സഭായകമായ തിരുപാദപീഠത്തിലേക്ക് അടുത്തു വരുവാൻ ഈ ഞായറാഴ്ച പകൽക്കാലവും ഞങ്ങൾക്ക് അവസരങ്ങളെ ഒരുക്കിയതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹാലിൽ കഴിഞ്ഞ ഒരാഴ്ച കാലം അതിശയകരമായി അത്ഭുതകരമായി അവിടെ ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. ഹാലിൽ ഞങ്ങളുടെ യോഗങ്ങളും മറ്റ് പ്രധാന ശുശ്രൂഷകളെല്ലാം ദൈവത്താൽ അനുഗ്രഹീതമായി തീർന്നല്ലോ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്ത എല്ലാ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതേ എന്ന് അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്ന പ്രകാരം അവിടെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളൊന്നും കർത്താവെ മറന്നു കളയാതെ നന്ദിയോടെ അവിടുത്തെ പാദപീഠത്തിലായിരിക്കാൻ ഇന്ന് പകൽക്കാലം ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ കർത്താവേ. അവിടുത്തെ വലിയ കൃപ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മധ്യേ പകരണമേ കർത്താവേ. കടന്നു വന്ന് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ എല്ലാവരെയും അവിടുന്ന് നിലനിർത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ നടക്കുന്ന എല്ലാ സഭായോഗത്തിൻ്റെ എല്ലാ അനുഭവങ്ങൾക്കായും സ്തോത്രം കർത്താവേ. തുടർന്ന് പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തരണമേ. ആത്മാവിൻ്റെ വലിയ നിറവ് കർത്താവേ ആരാധന മധ്യ ഞങ്ങളുടെ മധ്യേ പകരണമേ. ആരാധനയിൽ അനേക വിടുതലുകൾ ഉണ്ടാകുവാൻ ദൈവം കൃപ ചെയ്യണമേ കർത്താവേ. അല്ലെ അനുഗ്രഹിത സങ്കീർത്തന വചനങ്ങൾ അടിയങ്ങൾക്കായി തരണമേ കർത്താവേ. ജീവിക്കുന്ന സാക്ഷികളെ എഴുന്നേൽപ്പിക്കണമേ കർത്താവേ. വചനത്തിലൂടെ ഹൃദ്യമായി ദൈവം ഞങ്ങളുടെ മധ്യേ സംസാരിക്കണം. ഞങ്ങളോട് എല്ലാവരോടും അവിടുന്ന് ഇടപെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ മധ്യയിലേക്ക് അയക്കപ്പെട്ട വിലപ്പെട്ട ദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മധ്യയിലായിരിക്കുന്ന കർത്തൃദാസന്മാരിലൂടെ ശക്തമായ ദൈവത്തിൻ്റെ ആലോചനകൾ, അരുളപ്പാടുകൾ, ഹല്ലേലൂയ, വിടുതലിൻ്റെ ശുശ്രൂഷകളൊക്കെ ഞങ്ങളുടെ മധ്യയിൽ വെളിപ്പെടുവാൻ സ്വർഗം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കഴിഞ്ഞ ദിനം കർത്താവേ വിവാഹിതരായ പ്രത്യേക കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ പ്രിയ കുഞ്ഞുങ്ങളെയും ദൈവം സഹായിച്ചാട്ട് കർത്താവേ. ഇന്ന് പകൽക്കാലം എല്ലാ നിലകളിലും ആദ്യോടന്തം അവിടുത്തെ കൃപ ഞങ്ങളെ ഭരിച്ച് നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തിരുകൃപയിൽ ഞങ്ങളെ മറക്കണം. തൃക്കരങ്ങളിൽ എല്ലാ വിഷയങ്ങളും ഏൽപ്പിക്കുന്നു നാഥ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. മഹത്വം അങ്ങേക്ക് തരുന്നു. യേശുവിൻ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ സ്വർഗപിതാവേ. ആമേൻ. തുടർന്ന് നമുക്ക് കർത്താവിനെ പാടി ഒന്നിച്ച് ആത്മാവിൽ ആരാധിപ്പാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയ കൊയറിനെ അതിനായി ക്ഷണിച്ചു കൊള്ളുന്നു. പ്രൈസ് ഗോഡ്. Hallelujah, praise the Lord, praise the Lord, hallelujah, praise the Lord. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതോ, ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതോ. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് മനോവേദന പല ശോധന മമ ജീവിത പാതയത്, മനോവേദന പല ശോധന മമ ജീവിത പാതയത്. മാറാതേറിടുമ്പോൾ അനാഥനവൻ മറിച്ചാരി ഞാൻ ആശ്വസിക്കും. മാറാതേറിടുമ്പോൾ അനാഥനവൻ മറിച്ചാരി ഞാൻ ആശ്വസിക്കും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവരുടെ ചുവടുകളെ, അനുഗമിച്ചിടും
ചുവടുകളിൽ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എന്റെ ആവശ്യങ്ങളെല്ലാം കൃപയിൽ ഞാൻ ആശ്രയിച്ച് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എന്റെ ആയുസിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി എന്റെ ആയുസിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറന്നിടും ഞാൻ ഒരു കൈത്തിരി പോൽ എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എത്ര എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ എന്റെ ആവശ്യങ്ങളെല്ലാം എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താനേ നിഹലോകമോ തരികയൊരു സുഖമോ മനഃശാന്തിയതോ നിഹലോകമോ തരികയൊരു സുഖമോ മനഃശാന്തിയതോ മനോവേദന ഫലശോധന മമ ജീവിത പാതയത് മനോവേദന ഫലശോധന മമ ജീവിത പാതയത് മരണേരിണം എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താമേൻ എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന
എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ചെറുതും വലുതുമായ എല്ലാ ഉപകാരങ്ങളും ഓർത്ത് കരമുയർത്തി നമുക്ക് ദൈവത്തെ വീണ്ടും വാഴ്ത്താം. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയോടെ അടുത്തു വരുവാൻ ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് ഇടയാക്കിയതിനാൽ നമുക്ക് എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. സഭായോഗത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മെ ഭരിച്ചു നടത്തുവാൻ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുവാൻ, കടന്നു വന്ന എല്ലാവരും ആത്മാവിൽ ശക്തരായി മടങ്ങിപ്പോകുവാൻ ദൈവം കൃപ ചെയ്യുവാൻ. ഭാരത്തോടെ കടന്നു വന്നവരുണ്ട്, വേദനയോടെ കടന്നു വന്നവരുണ്ട്, വിവിധ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്. എല്ലാവരുടെ വിഷയങ്ങളുടെ മേലും ദൈവം പ്രവർത്തിപ്പാനിടയാകേണ്ടതിന് കൊട്ടവിട്ടൊഴിഞ്ഞവരായി ഇന്ന് പകൽക്കാലം ദൈവസ്ഥാനത്തിൽ നിന്ന് കടന്നു പോകുവാൻ, ഏറെ ബലവും ശക്തിയും ഏറ്റെടുത്തവരായി കർത്തൃസ്ഥാനത്തിൽ നിന്ന് കടന്നു പോകുവാൻ ദൈവം ഇടയാകേണ്ടതിന് നമുക്കെല്ലാവർക്കും ദൈവത്തോട് അപേക്ഷിക്കാം. എല്ലാ തരങ്ങളും തുറന്ന് അല്പസമയം ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട് സഹായിക്കണമേ കർത്താവേ എന്ന്
എല്ലാ അധരങ്ങളും തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇന്ന് പകൽക്കാലം ഞങ്ങളെ നിറവോടെ അയക്കണമേ. ഇന്ന് പകൽക്കാലം അങ്ങയുടെ ദാസന്മാരിലൂടെ ശ്രേഷ്ഠമേറിയ ദൈവവചനമാലോചനകൾ, ദൈവശബ്ദങ്ങൾ, അരുളപ്പാടുകൾ ഞങ്ങൾക്ക് അവിടുന്ന് തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കാം. തുടർന്നും പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ ദൈവം കൃപ തരുവാൻ, നല്ല സങ്കീർത്തന വചനങ്ങളെ തരുവാൻ, ജീവനുള്ള സാക്ഷികളെ എഴുന്നേൽപ്പിക്കുവാൻ, വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവദാസന്മാരിലൂടെ നമ്മോട് ഇടപെടുവാൻ, ഹാലിയാഴ്ചയിലെ എല്ലാ അനുഭവങ്ങളും എല്ലാ കൂടിവരവുകളും ദൈവം നമുക്ക് അനുഗ്രഹമാക്കി തീർത്തതോർത്ത് നന്ദി പറഞ്ഞ് നാം എല്ലാവരും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ സഭായോഗത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് 3 പേർക്ക്, സഹോദരിമാരുടെ ഭാഗത്തു നിന്ന് 2 പേരും, സഹോദരന്മാരുടെ ഭാഗത്തു നിന്ന് ഒരാളും ഇപ്പോൾ ശബ്ദമുയർത്തി യോഗത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കും. ആമേൻ. ആമേൻ. ആലയത്തിൽ വേർപാടോടും കൂടെ കടന്നു വന്ന് അപ്പാ നിന്റെ പാദപീഠത്തിങ്കൽ മുഴങ്കാൽ മടക്കി തിരുമുഖത്തേക്ക് നോക്കുന്ന നാഥനെ, അപ്പാ ഞങ്ങളോട് മനസ്സലിയണമേ, ഞങ്ങളോട് മനസ്സലിയണമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ കർത്താവേ. ഒരു കാലത്ത് പുറംപോക്കിൽ കിടത്തിരുന്ന അടിയങ്ങളെ അവിടുത്തെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് അവിടുത്തെ മക്കളും അവകാശികളുമാക്കി തീർത്ത് ഞങ്ങളെ ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എങ്കിൽ അപ്പ അവിടുത്തെ നാമത്തെ ഉയർത്തുവാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് തന്നു എങ്കിൽ അപ്പാ അവിടുത്തെ നാമത്തെ ഞങ്ങൾക്ക് ഉയർത്തണം കർത്താവേ. ഞങ്ങൾ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ കർത്താവേ, ഈ ഞായറാഴ്ച പകൽക്കാലം ആരാധിക്കുവാൻ കൊതി പൂട്ട് നടക്കുന്ന ഒരു കൂട്ടം ജനം നോർത്ത് ഇന്ത്യയിലുണ്ട് കർത്താവേ. ഈ ദേശത്തിന്റെ പല ഭാഗത്തുണ്ട് കർത്താവേ. ഈ ചുറ്റുപാടുകളിൽ സ്വാതന്ത്ര്യമില്ലാതെ ഉള്ളറയിൽ ഇരുന്നു കൊണ്ട് കരയുന്നവരുണ്ട് കർത്താവേ. അവരെ എല്ലാരും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പൊന്നുനാഥനെ. ഞങ്ങൾക്ക് ആരാധന സ്വാതന്ത്ര്യം തന്ന ദൈവമേ, ഇരുട്ടിൽ നിന്ന് നിന്റെ മക്കളെ വിടുവിക്കണമേ. അന്ധകാരത്തിൽ നിന്ന് അവരെ പ്രകാശത്തിലേക്ക് കൂട്ടി വരുത്തണമേ. അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമേ. ഞങ്ങൾ നിന്നോട് ആഴത്തിൽ നിന്ന് നിലവിളിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനയെ തടഞ്ഞു വെക്കുന്ന ദുഷ്ടശക്തികളോട് പോരാടുവാനുള്ള ബലവും കൃപയും ഞങ്ങൾക്ക് തരണമേ പൊന്നുനാഥ. ഇന്നത്തെ ഈ വിശുദ്ധാരാധനെ അപ്പന്റെ അമുറിഞ്ഞ കരങ്ങളിലേക്ക് ഞങ്ങൾ താഴ്ത്തുന്നു കർത്താവേ. ഞങ്ങളുടെ കുറവശങ്ങളെ ക്ഷമിക്കണമേ, ഞങ്ങളുടെ പോരായ്മകളെ ക്ഷമിക്കണമേ. വിളിക്കൊത്തവണ്ണം നടക്കുവാൻ ഞങ്ങൾക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടില്ലപ്പാ. ഞങ്ങളെ വിശുദ്ധിയിലും വേർപാടിലും നിർത്തിക്കൊള്ളണമേ. അങ്ങേക്ക് ഒരു കാര്യം അസാധ്യമല്ല കർത്താവേ. അങ്ങേക്ക് കഴിയാത്ത ഒന്നുമില്ലപ്പാ. ഞങ്ങളത് ഉറച്ചു വിശ്വസിക്കുന്നപ്പാ. വിശ്വാസത്തിൽ ഞങ്ങൾ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു കർത്താവേ. ഞങ്ങളെ ബലപ്പെടുത്തണമേ അപ്പാ. ഇന്നത്തെ വിശുദ്ധ കൂട്ടായ്മ അപ്പൻ്റെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവേ. ഞങ്ങളുടെ ദൈവദാസന്മാരെ അപ്പൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി പ്രാർത്ഥിക്കുന്നപ്പാ. പരിശുദ്ധാത്മാവിന്റെ വലിയ ദൈവപ്രവൃത്തി ഇവിടെ ചെയ്തെടുക്കുവാൻ ഈ സഭയെ അവിടുന്ന് കണ്ടിട്ടുള്ളതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എത്ര സ്തുതിച്ചാലും മതി വരത്തില്ലപ്പാ. അത്ര ഒരാഴിക്കടലിലാണ് ഞങ്ങൾ കിടന്നിരുന്നത്. ഞങ്ങളെ ഇന്ന് ഇത്രത്തോളമാക്കിയ പൊന്നുനാഥനെ, ഈ ദേശം വിടുവിക്കപ്പെടണം, ഈ പട്ടണം വിടുവിക്കപ്പെടണം, ഇന്ത്യ മഹാരാജ്യം വിടുവിക്കപ്പെടണം, ലോക രാജ്യങ്ങളിൽ അറിയണം കർത്താവേ. യഹോവയായ ദൈവം മാത്രമാണ് ഏക സത്യ ദൈവമെന്ന്, ജീവിക്കുന്ന ദൈവമെന്ന്. അങ്ങയുടെ നാമത്തെ ഞങ്ങൾക്ക് ഉയർത്തുവാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണം അപ്പാ. അപ്പാ, ഇരുട്ടിന്റെ അറയിൽ കിടക്കുന്ന ദൈവദാസന്മാരെ, അവരുടെ കുടുംബങ്ങളെ ഞാൻ ഓർക്കുന്നപ്പാ. ഈ സ്ഥലത്തെ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അവിടുത്തെ ചെവി ശ്രദ്ധിച്ചിരിക്കണമേ. ഞങ്ങളുടെ യാചനകൾ അവിടുന്ന് കേൾക്കണമേ. ആരെങ്കിലും ഭാരത്തോടെ പ്രയാസത്തോടെ ഈ ആലയത്തിൽ വന്ന് മുട്ടുകുത്തിയാൽ അപ്പാ അവർക്ക് വിടുതൽ കൊടുത്തേ അവരെ ഇവിടുന്ന് വിടാവേ കർത്താവേ. ചുറ്റുപാട് ഞങ്ങളെ ശ്രമിക്കുന്ന ഭവനങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടെയും വിടുതൽ സംഭവിക്കണം കർത്താവേ. ഇവിടെ നിന്ന് ഞങ്ങൾ ആരാധിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ, ദുഷ്ടശക്തികൾ ഇളകണം, ദേശം വിട്ടു പോണം. ഞങ്ങളുടെ പ്രാർത്ഥനയാണ് കർത്താവേ. ഞങ്ങൾ സമാധാനത്തിലായിരിക്കട്ടെ കർത്താവേ. ഞങ്ങൾ അന്ത്യത്തോളം വിശ്വസ്തരായിരിക്കട്ടെ കർത്താവേ. ഞങ്ങളെ കൃപയിൽ സൂക്ഷിച്ചാട്ട് കർത്താവേ. ഒരു കഴിവില്ലാത്തവരാണേ പൊന്നുനാഥ. ദേശം വിടുവിക്കപ്പെടണം അപ്പാ. യേശുപ്പാ,
ദേശം വിടുവിക്കപ്പെടണം, ദേശം വിടുവിക്കപ്പെടണം. ഞങ്ങൾ ഇറങ്ങി നടക്കുന്ന പ്രദേശം വിടുവിക്കപ്പെടണം. ഞങ്ങൾ കാലുകുത്തുന്ന സ്ഥാപനങ്ങൾ വിടുവിക്കപ്പെടണേ പൊന്നുനാഥ. കുരുട്ട് കണ്ണുകളെ തുറന്നാട്ടപ്പാ, ഭക്തന്മാരെ കുണ്ടറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നാട്ടപ്പാ. ഞങ്ങൾ സന്തോഷത്തോടെ ആരാധിക്കണമെങ്കിൽ ഞങ്ങളുടെ സമശിഷ്ടങ്ങൾ ഞങ്ങളോട് വേണം അപ്പാ. അവിടുന്ന് ഞങ്ങൾക്ക് തന്നിട്ടുള്ളവരെല്ലാം അങ്ങേക്കുള്ളവരാകിയാൽ അവർക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു പൊന്നുനാഥനെ. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിക്കാട്ട് കർത്താവേ. ദൈവദാസന്മാരെ കർത്താവേ കൃപയിൽ മറച്ചുകൊള്ളണം, ആത്മാവിൻ്റെ നിറവിൽ നിർത്തിക്കൊള്ളണം അപ്പാ. പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം സംഭവിക്കട്ടെ കർത്താവേ, സംഭവിക്കട്ടെ കർത്താവേ. വന്ന് ഓരോ കുടുംബത്തെയും ഓരോ വ്യക്തികളെയും അപ്പന്റെ കരങ്ങളിൽ താഴ്ത്തുന്നു. വരാനുള്ളവരെ പെട്ടെന്ന് കൂട്ടി വരുത്തണമേ. സർവശക്തനെ ഇന്നത്തെ ആരാധന ആദ്യോടന്തം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അവിടുത്തെ ശക്തിയിൽ ആയിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തോട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. ഞങ്ങളുടെ രോഗികളെ സൗഖ്യപ്പെടുത്തണമേ അപ്പ. നാളുകളായിട്ട് ഭാരപ്പെടുന്നവരുണ്ട് നാഥനെ. നിലവിളിക്കുന്ന കർത്താവേ, ആഴത്തിൽ നിന്ന് നിലവിളിക്കുന്നപ്പ. ഞങ്ങളുടെ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടപ്പ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി ചെയ്തെടുക്കുന്നതിനായി നന്ദി അപ്പ. ഇന്നത്തെ ആരാധന ആദ്യോടന്ത് അവിടുന്ന് ഭരിച്ചു നടത്തണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. സർവ്വതും ഞങ്ങൾക്കായി ജീവൻ തന്ന് ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്ന് യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപ തോന്നി ഞങ്ങൾക്ക് ഉത്തരമരുളുമാറാകണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. രണ്ടുപേരും കൂടെ ചുരുക്കമായി പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആരാധന അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആദ്യോടന്തം പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിച്ച് ഭരിച്ചു നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആത്മാവിൻ്റെ ശക്തിയോട് ആരാധിച്ച് ബലമേറ്റെടുപ്പാൻ കർത്താവെ ഞങ്ങളുടെ വിഷയങ്ങൾക്കെല്ലാം വിടുതലായി തീരുവാൻ തക്കോണം സ്വർഗം ഞങ്ങളെ സഹായിക്കുമാറാകണമേ. പുതിയ അഭിഷേകത്താൽ ഇന്ന് പകൽക്കാലം ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ കർത്താവെ. ജീവിക്കുന്ന സാക്ഷികളെ ഇന്ന് പകൽക്കാലം ദൈവം എഴുന്നേൽപ്പിക്കുമാറാകണമേ. ശുശ്രൂഷിപ്പാൻ ബലപ്പെട്ട ദാസന്മാരെ ഈ പകൽക്കാലം ശക്തിയോടെ കരങ്ങളിൽ എടുക്കണമേ കർത്താവെ. ചെറുതും വലുതുമായ ഞങ്ങളുടെ സകല വിഷയങ്ങളെയും അവിടുത്തെ കരങ്ങൾ ഞങ്ങൾ ഏൽപ്പിക്കുന്ന പച്ചാ സ്തോത്രം. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കൾക്കായി സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ തലമുറകളെ യൗവനക്കാരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേലൊക്കെ ദിവസങ്ങളിൽ മനസ്സലിഞ്ഞ് പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം സ്തോത്രം കർത്താവെ. കേരളം ഹല്ലേലൂയ കാലാവസ്ഥയുടെ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നല്ലോ കർത്താവേ. ഹല്ലേലൂയ മഴക്കെടുതികളിൽ പ്രളയക്കെടുതികളിലൊക്കെ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ ദേശത്തോട് മനസ്സരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വല്ലാത്ത അനർത്ഥങ്ങളിലൊന്നും പെട്ടുപോകാതെ കാലാവസ്ഥയെ കർത്താവ് നിയന്ത്രിച്ചു കൊള്ളണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം കർത്താവേ. അതിൻ്റെ ആദ്യമൊന്നും പരിശുദ്ധാത്മ നിയന്ത്രിച്ച് ഭരിച്ച് നടത്തണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ജീവമന്നെ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് വിളമ്പി തരുമാറാകണമേ. ഹല്ലേലൂയ. ദൈവാസ്മാരെ ശക്തിയോടെ കരങ്ങൾ എടുക്കാൻ പോകുന്നതിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ആദ്യോടന്ത് അവിടുന്ന് നിയന്ത്രിച്ച് ഭരിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന എടുത്തുകൊണ്ട് സ്തോത്രം. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. നല്ല കൂട്ടായ്മയ്ക്ക് സ്തോത്രം കർത്താവ്. ഞങ്ങളെ എല്ലാ സഹോദരിമാരെ സഹോദരൻ എല്ലാ കുടുംബങ്ങളെ സമ്പൂർണ്ണമായി നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ്. ഇന്ന് ശക്തിയേറിയ ആരാധന വലിയ വിടുതലിൻ്റെ ശുശ്രൂഷ തേജസ് ശുശ്രൂഷ വെളിപ്പെടുക സഹായിക്കണമേ കർത്താവേ. ഞങ്ങളുടെ പറ്റേ ശുശ്രൂഷിക്കുക നിൻ്റെ വലിയേറെ ദാസന്മാർ നീ ശക്തിയോടെ ഉപയോഗിക്കണമേ കർത്താവേ. സ്തോത്ര ജയസാറിനെയും ദാസിയും കുഞ്ഞുങ്ങളൊക്കെ കുടുംബം സൂക്ഷിക്കാൻ അനുഗ്രഹിക്കണേ. ബിജു പാസിനെ ഭാര്യ രണ്ട് കുഞ്ഞുങ്ങൾ കുടുംബം സൂക്ഷിക്കാൻ അനുഗ്രഹിക്കണേ കർത്താവ്. ടി എം കോശി പാസിനെ ഭാര്യ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. ജോസ് പാസിനെ ഭാര്യ മക്കളൊക്കെ അനുഗ്രഹിക്കണേ കർത്താവേ. ഇന്ന് പകൽക്കാലം കർത്താവേ തങ്ങളുടെ സകല ബന്ധനങ്ങളെ അഴിക്കണമേ കർത്താവേ. സ്തോത്ര ഇന്നിവിടെ കടന്നു വരുന്ന എല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ സ്പർശനം പ്രാപിച്ച് സന്തോഷത്തോടെ വിടുതൽ പ്രാപിച്ച് മടങ്ങിപ്പോകാൻ സഹായിക്കണമേ. ഞങ്ങൾ ഇന്ന് പാൽക്കാരുടെ ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ഭവനങ്ങളിൽ നീ വലിയ വിടുതൽ ആശ്വാസം അയക്കണമേ കർത്താവേ. ഇന്നിവിടെ കടന്നു വരാൻ സാധിക്കാതെ ഭവനങ്ങളിലായിരിക്കുന്ന വ്യക്തികളെ സഹായിക്കണമേ. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വലിയ വിടുതൽ ആശ്വാസം അയക്കണമേ കർത്താവേ. ഞങ്ങളുടെ കർത്താവേ വാർത്തകത എല്ലാ മാതാപിതാക്കൾക്കും പുതിയ ശക്തി പുതിയ ബലം കൊടുക്കണമേ. ഞങ്ങളുടെ സകല രോഗികളെ നീ സൗഖ്യമാക്കണമേ കർത്താവേ. ഇന്നത്തെ ഭക്ത കൂട്ടാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ആത്മീയ വർധനവിന് കർത്താവേ വലിയ അനുഗ്രഹത്തിന് കാരണമൊക്കെ തീർക്കണമേ.
അന്തപരെ നിന്നെ മാത്രം മുറുകെ പിടിച്ച് ദൈവത്തോടും മനുഷ്യരോടും അല്പവും കുറ്റമില്ലാത്ത മനസാക്ഷിയോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണേ. സാക്ഷ്യം പറയാ സഹോദരിമാരെ സഹോദരന്മാരെ സഹായിക്കണേ താവേ. സ്വോത്ര 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 നിന്റെ വരവെങ്കിൽ ഞങ്ങളെല്ലാവരും എടുത്തുകൊള്ളപ്പെടാൻ സഹായിക്കണേ കർത്താവേ. താവേ അന്തപരെ പിശാചിന് അല്പം പോലും ഇടം കൊടുക്കാതെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. സ്വോത്ര 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 യേശുവേ സ്വോത്ര സ്വോത്ര സ്വോത്ര. എപ്പോഴും സന്തോഷിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. സ്വോത്ര സ്വോത്ര. ഞങ്ങളെല്ലാവരും യഥാർത്ഥ ജയാളികളാക്കി തീർക്കണമേ കർത്താവേ. സകലം യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ പിതാവ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 95-ാം സങ്കീർത്തനം വാക്യം പ്രതി വാക്യമായി വായിക്കാം. പ്രിയ ഫ്ലെമിൻ മുൻപോട്ട് കടന്നു വന്ന് സങ്കീർത്തനം വായിക്കുന്നതായിരിക്കും. സങ്കീർത്തനം 95 നമുക്ക് വാക്യപ്രതി വാക്യമായിട്ട് വായിക്കാം. സാംസ് 95 എല്ലാവരും എടുത്തെന്ന് വിശ്വസിക്കുന്നു. വായിക്കുന്നു. വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പെടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി. കരയും അവൻ്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവൻ്റെ കൈകളിലെ ആടുകളും തന്നെ. നിങ്ങൾ ഹൃദയത്തെ കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. എനിക്ക് അതർമ്മയുടെ ഉണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ ജനമെന്ന് എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ല. നമുക്ക് ചേർന്ന് വായിക്കാം. ആകയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ആമേൻ. ഈ സങ്കീർത്തന വചനങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. തുടർന്ന് അല്പസമയം നാം ദൈവത്തെ ആരാധിപ്പാൻ പോകുകയാണ്. വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ ദൈവത്തിന് ആർപ്പിടുക. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ദൈവത്തെ പാടി സ്തുതിപ്പാൻ വീണ്ടും നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കൊയറിനോട് ചേർന്ന് തുടർന്ന് പാടി നാം അല്പസമയം ആരാധിക്കുകയാണ്. എല്ലാവരും ആത്മനിറവോടെ ദൈവത്തിന് പാടി മഹത്വം കൊടുക്കാം. വീശുക ഈ തോട്ടത്തിനുള്ളിൽ ജീവയാവി പകർന്നിടുവാൻ. വീശുക ഈ തോട്ടത്തിനുള്ളിൽ ജീവയാവി പകർന്നിടുവാൻ. ജീവനുള്ള പാട്ട് പാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതറിയിപ്പാൻ, സഭയുണരുവാൻ. ജീവൻ ശാലരാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലരാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടലേ. സോദരാ നീ ഒരുങ്ങിടുക, ലോകം വെറുത്തിടുക, വേഗം ഗമിച്ചിടുവാൻ വാനിൽ പറന്നു പോകാം. സോദരാ നീ ഒരുങ്ങിടുക, ലോകം വെറുത്തിടുക, വേഗം ഗമിച്ചിടുവാൻ വാനിൽ പറന്നു പോകാം. ക്രിസ്തു വീരർ ഉണർന്നു ശോഭിപ്പാൻ, ശക്തിയായൊരു വേല ചെയ്യുവാൻ. ക്രിസ്തു വീരർ ഉണർന്നു ശോഭിപ്പാൻ, ശക്തിയായൊരു സാക്ഷിത്വം ഇടിച്ചു കളക, സ്നേഹത്താൽ ഒന്നിക്ക, വിശ്വാസം കൂടട്ടെ, മേലും ധൈര്യം നൽകട്ടെ. ധൈര്യം നൽകട്ടെ. അമിശാലൻ രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. അമിശാലൻ രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. സോദരാ
നീ ഒരുങ്ങിടുക, ലോകം വെറുത്തിടുക, ക്ഷമിച്ചിടുവാൻ വാനിൽ പറന്നു പോകാമേ. ക്ഷമിച്ചിടുവാൻ വാനിൽ പറന്നു പോകാം. അത്ഭുതങ്ങൾ അടയാളങ്ങളാൽ സത്യസഭ വെളിപ്പെടുന്നു. അത്ഭുതങ്ങൾ അടയാളങ്ങളാൽ സത്യസഭ വെളിപ്പെടുന്നു. ഭൂതങ്ങൾ അലറിയോടുന്നു, പുതുഭാഷ കേൾക്കുന്നു, കുഷ്ഠരോഗം മാറുന്നു, ജനമൊന്നായി ചേരുന്നു. ആമേൻ. ഭൂതങ്ങൾ അലറിയോടുന്നു, പുതുഭാഷ കേൾക്കുന്നു, കുഷ്ഠരോഗം മാറുന്നു, ജനമൊന്നായി ചേരുന്നു. ശാലേം രാജൻ ഹല്ലേലൂയ എങ്ങും മുഴങ്ങിടുന്നു. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. സോദരാ നീ ഒരുങ്ങിടുക, ലോകം വെറുത്തിടുക, വേഗം ഗമിച്ചിടുവാൻ വാനിൽ ലോകം വെറുത്തിടുക, വേഗം ഗമിച്ചിടുവാൻ വാനിൽ പറന്നു പോകാൻ. തീപ്പെട്ടികൾ തെളിച്ചു കൊള്ളുക, എന്ന പാത്രം കവിഞ്ഞിടത്തെ. തീപ്പെട്ടികൾ തെളിച്ചു കൊള്ളുക, എന്ന പാത്രം കവിഞ്ഞിടത്തെ. ആമേൻ. ശോഭയുള്ള കൂട്ടരോടൊത്ത് വിളിക്കുമ്പോൾ വാനിൽ പോകുവാൻ ഒരുങ്ങി നിൽക്കും ഞാൻ. ആമേൻ. ശോഭയുള്ള കൂട്ടരോടൊത്ത് തീപ്പെട്ടികൾ തെളിച്ചു കൊള്ളുക, എന്ന പാത്രം കവിഞ്ഞിടത്തെ. തീപ്പെട്ടികൾ തെളിച്ചു കൊള്ളുക, ശോഭയുള്ള കൂട്ടരോടൊത്ത് പേർ വിളിക്കുമ്പോൾ വാനിൽ പോകുവാൻ ഒരുങ്ങി നിൽക്കും ഞാൻ. ശോഭയുള്ള കൂട്ടരോടൊത്ത് പേർ വിളിക്കുമ്പോൾ വാനിൽ പോകുവാൻ ഒരുങ്ങി നിൽക്കും ഞാൻ. ആമീൻ. വീശുക ഈ തോട്ടത്തിനുള്ളിൽ ജീവയാതി പകർന്നിടുവാൻ. വീശുക ഈ തോട്ടത്തിനുള്ളിൽ ജീവയാതി പകർന്നിടുവാൻ. ജീവനുള്ള സഭയുണരുവാൻ കക്ഷിത്വം ഇടിച്ചു കളക, സ്നേഹത്താലൊന്നിക്ക, വിശ്വാസം കൂടട്ടെ, മേലും ധൈര്യം നൽകട്ടെ. ആമേൻ. കക്ഷിത്വം ഇടിച്ചു കളക, സ്നേഹത്താലൊന്നിക്ക, വിശ്വാസം കൂടട്ടെ, മേലും ധൈര്യം നൽകട്ടെ. ആമേൻ. ശോഭയുള്ള കൂട്ടരോടൊത്ത് പേർ വിളിക്കുമ്പോൾ വാനിൽ പോകുവാൻ ഒരുങ്ങി നിൽക്കും ഞാൻ. കൂട്ടരോടൊത്ത് പേർ വിളിക്കുമ്പോൾ വാനിൽ പോകുവാൻ ബലവും ധാരക 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 ബലവും നഗരം തലവും സകരത്തുലരി ബലവും നഗരം ധരം 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 സുഡാല ബാബു ബാബുഡാരം ധരം സകരത്തുലരി ബലവും നഗരം തലവും ധാരക 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 ബലവും നഗരം തലവും സകരത്തുലരി ബലവും നഗരം ധരം 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 ഉഡാല രാരി ബാബുഡാരം ധരം ശാരാബ ഉഡാലം ബലവും സകരത്തുലരി ബലവും നഗരം ധേ സുഡാലാരി ബാബുഡാരം ധലവും സകരത്തുലരി ബലവും നഗരം ധരം ധേ ഉഡാലാരി ബാബുഡാരം ധലവും സകരത്തുലരി ബലവും നഗരം ധരം ശേരം ശാരാബ
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ Hallelujah, 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 hallelujah. Praise the Lord. Hallelujah, hallelujah. Amen. Amen. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാ. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ആമേൻ. ലോകമേതും യോഗ്യമല്ലെനിക്കതാ, ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. ആമേൻ. ലോകമേതും യോഗ്യമല്ലെനിക്കതാ, ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. നൽകിയ ലോകമേ നീതരും പേരെനിക്കെന്തിനാ. നാദനു മുൾമുടി നൽകിയ ലോകമേ നീതരും പേരെനിക്കെന്തിനാ. ആമേൻ. എന്നെ നേടുന്ന സന്തോഷമോർത്തതാ, നിന്മകൾ സഹിച്ചു മരിച്ച നാഥനെ. എന്നെ നേടുന്ന സന്തോഷമോർത്തതാ, നിന്മകൾ സഹിച്ചു മരിച്ച നാഥനെ. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോലെ ക്ഷീണമെന്നറിയില്ല ഞാൻ. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോലെ ക്ഷീണമെന്നറിയില്ല ഞാൻ. ആമേൻ. സാക്ഷികൾ സമൂഹം എൻ്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങളാകയാലെ ഞാൻ. ആമേൻ. സാക്ഷികൾ സമൂഹം എൻ്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങളാകയാലെ ഞാൻ. ഭാരവും പാപവും വിട്ടു ഞാൻ ഓടുമാ, നേരവും യേശുവേ നോക്കിടും. ഭാരവും പാപവും വിട്ടു ഞാൻ ഓടുമാ, നേരവും യേശുവേ നോക്കിടും.
ആമേൻ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ആമേൻ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെ മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെ എല്ലാം വിശ്വാസത്താലെയാ. വീഴ്ചകൾ കാഴ്ചകൾ വന്നിടും രക്ഷകൻ കൈകളിൽ താങ്ങിടും. വീഴ്ചകൾ കാഴ്ചകൾ വന്നിടും രക്ഷകൻ കൈകളിൽ താങ്ങിടും. വീഴ്ചകൾ കാഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. ഭാരവും പാപവും വിട്ടു ഞാൻ ഓടുമാ നേരവും യേശുവേ നോക്കിടും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം ഇതുവരെയും ദൈവത്തെ പാടി ആരാധിപ്പാൻ ദൈവം നമുക്ക് കൃപ തരുവാനിടയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ ആർപ്പിടുവാൻ ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ സഹായിച്ചതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവകരങ്ങളിൽ ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ 95-ാം സങ്കീർത്തനം എല്ലാ നിലകളിലും ഇന്ന് പകൽക്കാലം നമുക്ക് അനുഗ്രഹമായി തീരുവാൻ, അതിലെ വചനങ്ങൾ നമ്മോട് ഇടപെടുവാൻ ഇടയാകേണ്ടതിനെ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം തുടർന്നുള്ള നിമിഷങ്ങളിൽ നമ്മുടെ മധ്യേ കർത്താവ് ശക്തമായി പകർന്നുകൊണ്ടിരിപ്പാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ നിലകളിലും തുടർന്നുള്ള ശുശ്രൂഷകൾ അനുഗ്രഹമാകുവാൻ, സങ്കീർത്തന ശുശ്രൂഷ, വചന ശുശ്രൂഷ, സാക്ഷ്യാനുഭവങ്ങളെല്ലാം ദൈവസന്നിധിയിൽ അനുഗ്രഹമാകുവാൻ നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ പ്രിയ ബ്രദർ സുരേഷ് ബ്രദർ ഇപ്പോൾ പ്രാർത്ഥിക്കും. പ്ലീസ് അല്ലോ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ പാദപ്പെടുത്തുന്ന ഹല്ലേലൂയ. ദിവസത്തിൽ കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവെ തന്ന സാവകാശം നന്ദി പത്വ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ എണ്ണത്തിൽ ഒന്നുപോലും കുറയാതെ വണ്ണം കർത്താവേ ഹല്ലേലൂയ ഒരാഴ്ച കാലഘട്ടം കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ച പരിപാലിച്ച വിധങ്ങൾക്കായി നന്ദി പറയുന്നപ്പാ. ഹല്ലേലൂയ. സമയം മുതൽ കർത്താവേ ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ, പാടുവാൻ കൃപ നൽകിയനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഹല്ലേലൂയ. ദൈവമേ ഹല്ലേലൂയ. ആത്മാവിൻ്റെ കർത്താവെ നിയന്ത്രണത്തിൽ ഞങ്ങളായിരിക്കും ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും കർത്താവെ. തന്ന സങ്കീർത്തനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ശുശ്രൂഷിക്കുവാൻ വേണ്ടി കർത്താവെ ഹല്ലേലൂയ ഞങ്ങളെ ദാസന്മാരെ കർത്താവിടുന്ന് ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു കർത്താവെ ഹല്ലേലൂയ. കർത്താവെ ഹല്ലേലൂയ. എല്ലാം കടന്നു വന്ന് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും കർത്താവെ ഹല്ലേലൂയ കടന്നു വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് കൂട്ടിവരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ സകലത ഏൽപ്പിക്കുന്നു. തുടക്കം മുതൽ കർത്താവെ അവസാനം വരെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ഞങ്ങളായിരിക്കും കർത്താവ് ഞങ്ങളെ സഹായിക്കണം. സകല മഹത്വം കർത്താവ് കൊടുക്കണം. യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹിത പകൽവേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്ന വിശുദ്ധ സഭായോഗത്തിൻ്റെ ഈ ആരംഭ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആരാധനയോടെ ആയിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് പതിവിൽ നിന്ന് വിരുദ്ധമായിട്ട് പല പ്രധാന ദൈവദാസന്മാർ നമ്മുടെ മധ്യയിൽ കടന്നു വന്നിട്ടുണ്ട്. അവരുടെ കുടുംബങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ നമ്മുടെ മുൻ ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ എം എ വർഗീസിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജി ജെ അലക്സാണ്ടർ പാസ്റ്റർക്കായി കുടുംബത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ പ്രിയ ജസ്വിൻ സ്വാറ ഇന്നലെ അവരുടെ അനുഗ്രഹിത വിവാഹം നടക്കുവാൻ ദൈവം കൃപ ചെയ്തു. ഹല്ലേലൂയ. അവർ കുടുംബമായി നമ്മുടെ മധ്യയിലുള്ളതിനാൽ അവരെ ഒരു നിമിഷം നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സഭയിലേക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാളയം PMG ചർച്ചിലേക്ക് നിങ്ങളെ ഇരുവരെയും സ്വാഗതം ചെയ്യുകയാണ്. ആ സഭ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളും ഇവിടുത്തെയും അംഗങ്ങളാണ്. ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ പ്രിയ ജോയൽ അലക്സാണ്ടർ നമ്മുടെ മധ്യയിലുണ്ട്.
ഹാലേലുയ ബിജു പാസ്റ്ററുടെ മൂത്ത മകൻ, ഹാലേലുയ കുടുംബമാ, ഹാലേലുയ സ്തോത്രം നമ്മുടെ മധ്യയിലുണ്ട്. അതുപോലെ കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പുതിയ പല മുഖങ്ങൾ നമ്മുടെ മധ്യയിലുണ്ട്. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ട 1-2 കാര്യം. ദൈവദാസന്മാർക്ക് നമ്മുടെ മധ്യ ശുശ്രൂഷിക്കണം. അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതാരും പറയരുത്. വിശിഷ്ടാതിഥികൾ നമ്മുടെ മധ്യയിൽ ഉള്ളപ്പോൾ അവർക്ക് നമുക്ക് അവസരം കൊടുക്കണം. ഞാനതിൽ നിന്ന് 1 മിനിറ്റ് കവർന്നെടുക്കരുത് എന്ന് എല്ലാവർക്കും ഒരു ചിന്ത വേണം. അപ്പോൾ തന്നെ, കാരണം ഒരു പുതിയ സന്ദേശം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ പുതിയ സന്ദേശങ്ങൾ വരുന്നത് എപ്പോഴും നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമാണ്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് അത് പ്രതീക്ഷിച്ച് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കാം. അപ്പോൾ തന്നെ ഇന്ന് നമുക്കറിയാം, നമ്മുടെ ഒരു വിലപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഹാരിസ്, നമ്മുടെ ഡിസ്ട്രിക്ട് പാസ്റ്ററും നമ്മുടെ പല ബോർഡുകളുടെയും കൗൺസിലിൻ്റെയൊക്കെ മെമ്പറായിരുന്ന ആ വിലപ്പെട്ട ദാസൻ കഴിഞ്ഞ ദിനം കർത്താവിൽ കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായി. ഇന്ന് 2 മണി മുതലാണ് അതിൻ്റെ അടക്ക ശുശ്രൂഷ നടക്കുന്നത്. അതിന് നമുക്കെല്ലാവർക്കും പോകേണ്ടെന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ 12:15 ഇന്ന് ഇവിടുത്തെ ശുശ്രൂഷ നമ്മൾ അവസാനിപ്പിക്കും. സ്വതന്ത്രം. അതിനിടയിൽ എല്ലാ കാര്യങ്ങളും വിശേഷാൽ ദൈവത്തിൻ്റെ ആലോചനകളെല്ലാം നമുക്ക് കേൾക്കണം. മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ ഹല്ലേലൂയ പ്രസ്താവിപ്പാനിടയാകണം. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ തുടർന്നുള്ള നിമിഷങ്ങളിൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. 95-ാം സങ്കീർത്തനമാണല്ലോ നമ്മളിന്ന് പകൽക്കാലം ഇവിടെ വായിപ്പാനിടയായത്. പ്രൈസ് ദി ലോർഡ്. അതിന് 1-ാം വാക്യവും 6-ാം വാക്യവും ഒന്ന് വായിച്ചു. വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. 6-ാം വാക്യം. വരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ 2 ആഹ്വാനങ്ങൾ ഇവിടെ കൊടുക്കുകയാണ്. 2 വിളികൾ അവിടെ കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ലോകത്തോട്, ഇസ്രായേൽ ജനതയോട് ഹല്ലേലൂയ തൻ്റെ മുൻപിൽ താൻ അപ്പോൾ ആരെ ഉദ്ദേശിച്ചാണോ പറയുന്നത്, അവരോട് എല്ലാവരുമായിട്ട് ഹല്ലേലൂയ 2 വിളികൾ ഹല്ലേലൂയ അവിടെ പറയുന്ന 2 വചനങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 2 വാക്യവും തുടങ്ങുന്നത് വരുവീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം നമ്മെ വിളിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭൂമിയുടെ ഉദയം മുതൽ അസ്തമാനം വരെ അവൻ ഭൂമി എന്ത് ചെയ്യുന്നുവെന്നാ? വിളിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണ്. ഉദയം മുതൽ അസ്തമാനം വരെ നമ്മെ വിളിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിൻ്റെ എപ്പോഴും ഉള്ള വിളിയുടെ സംക്ഷിപ്തം എന്തെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കലേക്ക് വരണം. സകല ഭൂസിമാവാസികളുമായുള്ളവരെ എൻ്റെ അടുക്കലേക്ക് വരുവീനെന്നാണ് കർത്താവ് എപ്പോഴും നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അകന്നു പോകുവാൻ, അല്ലെങ്കിൽ സ്വന്തം പാപത്താൽ മനുഷ്യവർഗമാകമാനം ദൈവസന്നിധിയിൽ നിന്ന് അകന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവം നമ്മോടും പറയുന്നത് വരുവീൻ എന്നുള്ള സന്ദേശമാണ്. ഈ പകൽക്കാലം ആരെങ്കിലും ദൈവസന്നിധിയിൽ നിന്ന് അകന്നു നിൽക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, ദൈവം നിങ്ങളെ ഇന്ന് പകൽക്കാലം വിളിക്കുകയാണ്. അപ്പോൾ തന്നെ ഒരു ദൈവദാസൻ കൂടെ നമ്മുടെ മധ്യയിലുണ്ട്. ഹല്ലേലൂയ. ഒരു പോൾ വർമ്മ, പണ്ട് ഇവിടെ ശുശ്രൂഷിച്ചിട്ടുള്ള ദൈവദാസനാണ്. ആ കർത്താവിൻ്റെ ദാസനെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ആ ആഹ്വാനത്തെ ഓർത്ത് നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കാം. ദൈവം ആരെയും അകറ്റി നിർത്തുന്ന ദൈവമല്ല. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം, നാമായി തന്നെ അകന്നു പോകുവാനും ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ഒരിക്കൽ പാപം ചെയ്ത് മനുഷ്യവർഗമാകമാനം ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുവാനിടയായി. എന്നാൽ യേശു കർത്താവ് തൻ്റെ പുത്രനായ പിതാവാം ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത് അകന്നു നിൽക്കുന്ന സകലരെയും തന്നോട് അടുപ്പിക്കുവാൻ വേണ്ടിയാണ്. ഇന്ന് പകൽക്കാലം സന്തോഷമുള്ളവർ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആരെങ്കിലും ദൈവസന്നിധിയിൽ നിന്ന് അകന്നു നിൽക്കുന്നുവെങ്കിൽ ദൈവം വ്യക്തിപരമായി വ്യക്തമായി നമ്മെ വിളിക്കുകയാണ്, മകനെ മകളെ എൻ്റെ അടുക്കലേക്ക് വരിക എന്ന്. അവൻ്റെ വിളി കേൾക്കുന്നവർക്കായി ഇന്ന് പകൽക്കാലം ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആരാധനയുടെ അനുഭവങ്ങളിൽ നിന്ന്, ആത്മീയ പ്രാർത്ഥനയുടെ അനുഭവങ്ങളിൽ നിന്ന്, കൂട്ടായ്മ ബന്ധങ്ങളിൽ നിന്ന്
യേശുവുമായിട്ട് ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട് അകന്നകന്ന് ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഓർമ്മിപ്പിക്കുന്നു, അവൻ്റെ അടുക്കലേക്ക് വരുവാൻ. ഇവിടെ 2 ആഹ്വാനമാണുള്ളത്. എന്തിന്? 2 കാര്യത്തിന് വരാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത് പറയുന്നു, വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. അവിടെ പറയുന്നത് കർത്താവിന്റെ സന്നിധിയിലേക്ക് നാം വരേണ്ടത് എന്തിനു വേണ്ടിയാണ്? ഹല്ലേലൂയ, യഹോവയ്ക്ക് ഘോഷിച്ചുല്ലസിപ്പാൻ വേണ്ടിയാണ്. സന്തോഷമുള്ള ജനം പാട്ടുപാടുവാനിടയാകും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നാം ദൈവസന്നിധിയിൽ അടുത്തു വന്നത് ഇന്ന് പകൽക്കാലം സഭായോഗമായിട്ട് ദൈവത്തിന്റെ പാദപീഠത്തിൽ നമ്മൾ അടുത്തു വന്നിരിക്കുന്നുവെങ്കിൽ മറ്റൊന്നിനുമല്ല വരുന്നത്, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിപ്പാനാണ്. മറ്റെങ്കും ഉല്ലാസം കിട്ടാതെ ഇരിക്കുമ്പോൾ, മറ്റെങ്കും സമാധാനമില്ലാതെ ഇരിക്കുമ്പോൾ, ആശ്വാസത്തിന്റെ വക പലയിടങ്ങളിലും നഷ്ടപ്പെടുമ്പോൾ, ഒരു ദൈവ പൈതലിന് ആശ്വാസം ഉല്ലാസം തരുന്ന ഒരിടമുണ്ടെങ്കിൽ അത് കർത്തൃപാദപീഠം മാത്രമാണ്. ആഴ്ചയിൽ ഒരിക്കലും പല കൂടിവരവുകളിലും നാം ദൈവസന്നിധിയിൽ അടുത്തു വരുന്നു. നാം നമ്മുടെ ഭവനങ്ങളിൽ കർത്തൃപാദപീഠത്തിൽ പലപ്പോഴും മുഴങ്കാൽ മടക്കുന്നു. വരുന്നതിൻ്റെ ഒരേ ഒരു ഉദ്ദേശം ഉല്ലാസഘോഷം ചെയ്യുവാനായിരിക്കണം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് തന്നെ കൃപയ്ക്കൊത്തവണ്ണം, നിറവിനൊത്തവണ്ണം, ബലത്തിനൊത്തവണ്ണം, ശക്തിക്കൊത്തവണ്ണം ഉല്ലസിച്ച് ഘോഷിപ്പാനാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. ഇതിന് മധ്യയിലായിരിക്കുന്ന എല്ലാവരും ഒരു നിമിഷം അതിനായി സമർപ്പിച്ചാട്ട്. ദിനം ഹല്ലേലൂയ, അവൻ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. അധോഭാവങ്ങൾ അവൻ്റെ കയ്യിലിരിക്കുന്നു, എല്ലാം അവൻ ഉണ്ടാക്കി എന്ന് വെച്ചാൽ ദൈവത്തെ എന്തുകൊണ്ട് ആർത്ത് സ്തുതിക്കണം? അവൻ മഹാരാജാവാണ്. അപ്പൊ രാജസന്നിധിയിൽ എന്തുണ്ട്? രാജകോലാഹലമുണ്ട്. ഒരു സ്തോത്രം പറയാമോ? അല്ലല്ലേ, രാജസന്നിധിയിലാണ് വന്നിരിക്കുന്നത് എങ്കിൽ രാജകോലാഹലമുണ്ട്. അത് നിറഞ്ഞുള്ളതായിരിക്കണം, ആത്മനിയോഗത്തോടെ ആയിരിക്കണം. ആത്മാവിൽ ദൈവം നമുക്ക് തന്ന എല്ലാ വിശ്വാസത്തിനും അളവിനും വചനത്തിനും ഒത്തവണ്ണം നാം ആർപ്പോടെ ദൈവത്തെ സ്തുതിപ്പാൻ കടപ്പെട്ടവരാണ്. ഇന്ന് പകൽക്കാലം അങ്ങനെയെങ്കിൽ ദൈവസന്നിധിയിൽ വന്നിട്ട്, മഹാരാജാവിൻ്റെ അടുക്കൽ വന്നിട്ട് ആർപ്പിടാതെ ആരും കടന്നു പോകുവാനിടയാകരുത്. നമുക്ക് ദൈവം തന്ന ശക്തിക്കൊത്തവണ്ണം ഇന്ന് പകൽക്കാലം ആർപ്പിടാൻ കഴിയട്ടെ. ദൈവവചനത്തിൽ ഞാൻ 2 വാക്യങ്ങൾ പറഞ്ഞിട്ട് വേഗത്തിലിരിക്കുന്നു. ഞാൻ ആ വാക്യങ്ങൾ വായിക്കുന്നില്ല. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ എന്തിനാണ് വരേണ്ടത്? അല്ലെങ്കിൽ വണങ്ങി നമസ്കരിച്ച ചില അനുഭവങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ആർപ്പിടേണ്ടത്, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ നാം ആർപ്പിടേണ്ടത്. ഒന്നാമത് ദൈവവചനത്തിൽ കാണുന്നു, പെട്ടകം വന്നപ്പോൾ അവർ ആർപ്പിട്ട് വന്നു. ഞാൻ പറഞ്ഞു വേഗത്തിൽ നിർത്തുകയാണ്. ഹല്ലേലൂയ. പെട്ടകം അവരുടെ മുൻപിൽ വന്നപ്പോൾ, ഹല്ലേലൂയ, 1 ശമൂവേൽ 4:51 വായിക്കണ്ട. ഹല്ലേലൂയ. നിയമപ്പെട്ടകം അവരുടെ മുൻപിൽ വന്നപ്പോൾ അവർ ദൈവത്തിന്റെ സന്നിധിയിൽ ആർപ്പിടുവാനിടയായി. നിയമപ്പെട്ടകം എന്തിനെ സൂചിപ്പിക്കുന്നു? ദൈവ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിയമപ്പെട്ടകം കടന്നു വന്നപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ഷെക്കൈന, ഹല്ലേലൂയ, വിശിഷ്ട വസ്തുക്കൾ പലതും ഇരിക്കുന്നതായ ആ പെട്ടകം അവർക്ക് മടക്കി കിട്ടി. അവരുടെ മധ്യയിൽ അത് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തെ ആർത്ത് ഘോഷിപ്പാനിടയായി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് ആർപ്പിടുവാനിടയാകണം. ഹല്ലേലൂയ, സ്തോത്രം. വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ജനം ആർപ്പിട്ടത് മതിൽ വീഴുവാൻ വേണ്ടി ആർപ്പിടുവാനിടയായി. യോശുവോട് പറഞ്ഞത് ഭാഗങ്ങൾ നമുക്കറിയാം. നിങ്ങൾ ആർപ്പിടുവീൻ, 7-ാം ദിവസം നിങ്ങൾ ആർപ്പിടുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾക്ക് മുൻപിലുള്ളതായ യെരിഹോ കോട്ട താഴെ വീഴുവാനിടയാകും. നമ്മുടെ മുൻപിൽ ശത്രു പിശാച് കെട്ടി ഉയർത്തുന്ന ഏതൊരു വിഷയമായാലും, ഹല്ലേലൂയ, അതിനെ തകർക്കുവാൻ ദൈവജനം ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ മതി. പഴയ നിയമത്തിൽ അങ്ങനെ പറയുമ്പോൾ, പുതിയ നിയമത്തിൽ ആത്മാ നിറവോടെ ആര് ദൈവത്തെ സ്തുതിക്കുമോ അവരുടെ മുൻപിലുള്ള തടസ്സങ്ങൾ, പ്രതികൂലങ്ങൾ, എതിർപ്പുകൾ, വിഷയങ്ങൾ ദൈവം തകർത്ത് താളടിയാക്കുവാൻ വഴികളെ ഒരുക്കുവാനിടയാകും.
ഹല്ലേലൂയ. മൂന്നാമത് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. സദൃശവാക്യങ്ങളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ദുഷ്ടന്മാർ നശിക്കുമ്പോൾ ആർപ്പുവിളി ഉണ്ടാകുമെന്നാണ്. എന്ന് വെച്ചാൽ ദുഷ്ടത ദേശത്ത് നിറയുമ്പോൾ ദൈവജനം അതിനെതിരായിട്ട് ആർപ്പിടുവാനിടയാകണം. അവർക്കൊക്കെ വെല്ലുവിളിപ്പാനല്ല, ഹല്ലേലൂയ, അവരുടെ മുൻപിൽ ദൈവ സന്നിധിയിൽ നാം ആർപ്പിടുന്നുവെങ്കിൽ ദേശത്ത് നിന്ന് ദുഷ്ടതകൾ മാറിപ്പോകുവാനിടയാകും. സദൃശ്യവാക്യത്തിൽ ആ വാക്യമുണ്ട്. ഹല്ലേലൂയ. മാത്രമല്ല, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, മണവാളൻ വന്നപ്പോൾ അവർ ആർപ്പിടുവാനിടയായെന്ന്. പ്രൈസ് ദി ലോർഡ്. അവർ കാത്തിരുന്ന, അവരൊരുങ്ങിയിരുന്ന, അവർ വിളക്കിൽ എണ്ണ കരുതിക്കൊണ്ട് ദൈവ സന്നിധിയിൽ അർദ്ധരാത്രി വരെയും പ്രതീക്ഷിച്ച് ഉറങ്ങാതെ അവർ കാത്തിരുന്നവർക്ക് വേണ്ടി അവരുടെ മണവാളൻ കടന്നു വരുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ആ സമയം മണവാളന്റെ സാന്നിധ്യം കണ്ടപ്പോൾ അവർ ആർപ്പിടുവാനിടയായി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു കാര്യം നാം അറിയണം, നമുക്ക് വേണ്ടി ഒരു മണവാളൻ ഒരുക്കപ്പെട്ടു വരികയാണ്. സഭ ഒരുങ്ങുമ്പോൾ, മണവാട്ടി ഒരുങ്ങുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മെ ചേർക്കുവാൻ വരും. അന്ന് പല നാദങ്ങൾ ഉയരുവാനിടയാകും. ഹല്ലേലൂയ. അതിൻ്റെ മധ്യയിൽ സന്തോഷത്തിൻ്റെ അനുഭവം ദൈവം നമുക്ക് തരുവാനിടയാകും എന്നുള്ളതിനാൽ നമുക്ക് വീണ്ടും ദൈവത്തെ സ്തുതിക്കാം. അതിൻ്റെ 6-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്, വരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക, അവൻ നമ്മുടെ ദൈവമാകുന്നു. മതി. രണ്ടാമത്തെ ആഹ്വാനം വരാൻ പറഞ്ഞിട്ട് പറയുകയാണ്, നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച് യഹോവയുടെ മുൻപിൽ എന്ത് ചെയ്യുക? മുട്ടുകുത്തുക. ആർപ്പിടുന്ന കാര്യമല്ല അവിടെ പറയുന്നത്, ദൈവസന്നിധിയിൽ വണങ്ങുന്ന കാര്യം, ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്ന കാര്യം. രണ്ടും ആരാധനയാണെങ്കിലും രണ്ടാരാധനയ്ക്കും ഒരു പ്രത്യേകതയുണ്ട്. ഒന്ന് രാജാവിൻ്റെ മുൻപിൽ രാജകോലാഹലത്തോടെ ആർപ്പിട്ട് ആരാധിക്കുമ്പോൾ വലിയവനായ, ഹല്ലേലൂയ, സർവശക്തനായ, സർവജ്ഞാനിയും സർവവ്യാപിയും പരമാധികാരിയായ ദൈവത്തിൻ്റെ മുൻപിൽ വരുമ്പോൾ അവിടെ താഴെ പല വാക്യങ്ങൾ, നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്, നിങ്ങളുടെ ഹൃദയം നീരസപ്പെടരുത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം ഹല്ലേലൂയ സ്തോത്രം തെറ്റിപ്പോകരുത് എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അതേ ഭാഗം തന്നെ എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ വചനങ്ങളിൽ കാണുന്നത് നമ്മുടെ ഹൃദയം തെറ്റിപ്പോകുന്ന ഹൃദയമാണ്, കഠിനപ്പെടുവാൻ കഴിവുള്ള ഹൃദയമാണ്. ദൈവസന്നിധിയിൽ വഴങ്ങാത്ത ഹൃദയമായി പലപ്പോഴും തീരാറുണ്ട്. ഒരു സ്വതന്ത്രം പറയാമോ അതിന്? പലപ്പോഴും ഹല്ലേലൂയ വഴങ്ങാത്ത ഹൃദയമായിട്ട്, ദുഷ്ടഹൃദയമായിട്ട്, ഹല്ലേലൂയ തെറ്റിപ്പോകുന്ന ഹൃദയമാകുമ്പോൾ ആയിരിക്കുമ്പോൾ ഇവിടെ പറയുകയാണ്, ദൈവസന്നിധിയിൽ വരുമ്പോൾ ആ ഹൃദയം ദൈവസന്നിധിയിൽ ഒന്ന് വണങ്ങുവാനിടയാകണം. വചനം കേൾക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, യേശുവിന്റെ നാമത്തെ ഉയർത്തുമ്പോൾ ഏത് കഠിനമായ വിഷയങ്ങളും, കഠിനമായ ഹൃദയമാണ് അല്ലെങ്കിൽ കഠിന ഭാരത്തോടെ വന്നതാണ്, ഏത് അനുഭവത്തിലും ഹൃദയം വല്ലാതെ ഭാരപ്പെട്ടിരുന്നാലും അവൻ്റെ സന്നിധിയിൽ നാം ഒന്ന് മുട്ടുമടക്കുവാനിടയാകണം. ചിലർക്ക് ചില വിഷയം വന്നാൽ ചിലർ മറുതലിച്ച് നിൽക്കും, എതിർത്ത് നിൽക്കും. എൻ്റെ ദൈവം എന്താണ് ഇങ്ങനോ ചെയ്തത്, എൻ്റെ ദൈവം ഇങ്ങനെ എന്താണ് പ്രവർത്തിക്കുന്നത്. പലപ്പോഴും കഠിന ഹൃദയമുള്ളവരായി അല്ലെങ്കിൽ വഴങ്ങാത്തവരായി ഭാരം വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വണങ്ങുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, അതാണ് ആ താഴത്തെ വാക്യങ്ങളുടെ അർത്ഥമായിട്ട് ദൈവം ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിനം എന്നെ ചിന്തിപ്പിച്ചത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നാം വണങ്ങണം. സ്തോത്രം പറയാമോ? അവൻ്റെ സന്നിധിയിൽ വണങ്ങുവാനാണ്, മുട്ടുകുത്തുവാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ആര് ദൈവസന്നിധിയിൽ ഒന്ന് വണങ്ങുവാനിടയാകും? ഒരിക്കൽ കൂടെ, കർത്താവേ, വലിയവനായ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ ഒന്നുമല്ല, എനിക്കൊന്നും പറയുവാനില്ല, ഒന്നും പുകഴുവാനുമില്ല. അവിടുന്ന് സർവശക്തനാണ്. അങ്ങയുടെ സന്നിധിയിൽ വരുമ്പോൾ അല്ല മടങ്ങുന്ന മുട്ടുകളും അല്ലെങ്കിൽ വണങ്ങുന്നതുമായ ഹൃദയവുമായിട്ട് നാം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ ആ താഴ്മയുടെ അനുഭവത്തിലേക്ക് വലിയവനായ ദൈവം ഇറങ്ങി വരുവാനിടയാകും. ഇന്ന് പകൽക്കാലം ആര് വണങ്ങുന്ന അനുഭവത്തിലേക്ക്,
മുട്ടുകുത്തുന്ന അനുഭവത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോടെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. കർത്താവിന്റെ ദാസൻ ഓർമ്മിപ്പിക്കുന്നു, എല്ലാവരോടും ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, മുട്ടുകുത്തി പ്രാർത്ഥിപ്പാൻ. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുകയാണ്, അടിയറവ് പറയുകയാണ്, എനിക്കൊന്നുമില്ല എന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നാം വരുന്നത് എന്തിന്? ആർപ്പിടാൻ വരുന്നു. വീണ്ടും നാം വരുന്നത് എന്തിന്? നാം വണങ്ങുവാൻ വരുന്നു, നാം മുട്ടുകുത്തുവാൻ വരുന്നു. ദൈവം പറയുകയാണ്, എൻ്റെ അടുക്കൽ വരുവീൻ, ആർപ്പിട്ടുകൊണ്ട് വരുവീൻ എന്നാണ്. എൻ്റെ അടുക്കൽ വരുവീൻ, എന്നെ വണങ്ങുവാൻ, അല്ലെങ്കിൽ എൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുവീൻ എന്ന് പറയുമ്പോൾ, ദാവീദ് അത് ആഹ്വാനം ചെയ്യുമ്പോൾ, അന്നത്തെ ആ പാട്ടെഴുതിയ സങ്കീർത്തനക്കാരൻ അതിനാഹ്വാനം ചെയ്യുമ്പോൾ, അവർ ദൈവജനത്തെ ഈ അനുഭവത്തിലേക്ക് വിളിക്കുകയാണ്. ആരാധനയുടെ ഇന്ന് ഈ പകൽക്കാലം ഹാലിൽ ദൈവത്തിന് ആർപ്പിടുവാൻ പിന്നെയും നമുക്ക് കഴിയട്ടെ. ദൈവസന്നിധിയിൽ വണങ്ങുവാനും മുട്ടുമടക്കുവാനും ദൈവം നമ്മെ ഇടയാക്കട്ടെ. അങ്ങനെയെങ്കിൽ നമ്മുടെ ദൈവം സഹായത്തിനായി നമുക്ക് ഇറങ്ങി വരുവാനിടയാകും. എവിടെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ, എവിടെ താഴ്ത്തി കൊടുക്കുന്നുവോ, എവിടെ പ്രാർത്ഥനയിൽ നമ്മെ തന്നെ വിധേയപ്പെടുത്തുന്നുവോ, അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും. ആ ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യയിലുണ്ട്. അനുഭവത്തിലായിരിക്കുന്ന എല്ലാവരുടെ മേലും ഇന്ന് പകൽക്കാലം ദൈവം ആ കൃപ പൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതയാത്രയിൽ അനുഭവത്തിൽ മുൻപോട്ട് പോകുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. വേഗത്തിൽ ഒന്നിട്ട് കാര്യം പറഞ്ഞ് മുൻപോട്ട് പോവുകയാണ്. കുഞ്ഞുങ്ങൾക്ക് സാക്ഷ്യം പറയും. ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും ഒരു സ്തോത്രം പറഞ്ഞ് ഒരു പാട്ടിൻ്റെ 4 വരി പറഞ്ഞ് പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെല്ലാവരും മാറാത്തവൻ വാക്കുമാറാത്തവൻ കൂടെയുണ്ടെന്നരുൾ ചെയ്തവൻ, മാറാത്തവൻ വാക്കുമാറാത്തവൻ കൂടെയുണ്ടെന്നരുൾ ചെയ്തവൻ, മാറുകില്ല വാക്കുമാറുകില്ല ഒരു നാളിലും കൈവിടില്ല, മാറുകില്ല വാക്കുമാറുകില്ല ഒരു നാളിലും കൈവിടില്ല. കുഞ്ഞുങ്ങൾക്കായി ഒരു നിമിഷം നമുക്ക് കരമുയർത്തി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ട് പാടുകയും സ്തോത്ര കാഴ്ച എടുക്കുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. അത്യുന്നതൻ മഹോന്നതൻ യേശുവേ നീയേ, മാനവും മഹത്വവും നിനക്കു മാത്രമേ. അത്യുന്നതൻ മഹോന്നതൻ യേശുവേ നീയേ, മാനവും മഹത്വവും നിനക്കു മാത്രമേ. മാറാത്ത മിത്രം യേശു, എൻ്റെ ദേവാദിദേവൻ യേശു, നിത്യനാം ദൈവം യേശു, എൻ്റെ രാജാതിരാജൻ യേശു. മാറാത്ത മിത്രം യേശു, എൻ്റെ ദേവാദിദേവൻ യേശു, നിത്യനാം ദൈവം യേശു, എൻ്റെ രാജാതിരാജൻ യേശു. പാടിടും ഞാൻ ഘോഷിക്കും നിൻ നാമം എത്ര ഉന്നതം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം. പാടിടും ഞാൻ
നാമം എത്ര ഉന്നതം, പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു നിമിഷം വീണ്ടും നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. സാക്ഷ്യവാചകത്തിൽ പറഞ്ഞ എല്ലാ വിഷയങ്ങളുടെ മേലും ദൈവം തൻ്റെ കരം ചലിപ്പിക്കുവാൻ, നമ്മുടെ ഇടയോഗങ്ങളെ അനുഗ്രഹിപ്പാൻ, പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ പ്രിയ കുടുംബങ്ങളെ, അവരുടെ വിഷയങ്ങളെ ഓർത്ത് എല്ലാവരും ഒരു നിമിഷം കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ആ വിഷയത്തിന് വേണ്ടി ഒരു നിമിഷം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് അല്പസമയം എല്ലാവരും വിശ്വാസത്തോടെ ആമേൻ സ്തോത്രം ചെയ്താട്ട്. രോഗികളായി ഇന്ന് പകൽക്കാലം കടന്നു വന്നിട്ടുള്ള എല്ലാവരുടെ മേലും ദൈവം തന്നെ കൃപ വ്യാപരിക്കട്ടെ. സൗഖ്യത്തിന്റെ വ്യാപാരം ദൈവം അയക്കട്ടെ. പ്രിയ ഹാനോക്കിന്റെ വിവാഹം അനുഗ്രഹമായി നടക്കുവാൻ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ദൈവം ഒരുക്കി കൊടുക്കുവാൻ അവരെ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് ക്രമീകരണങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അർപ്പിക്കപ്പെട്ട സ്തോത്ര കാഴ്ചയ്ക്കായി ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇതിലേക്ക് കരം നീട്ടി എല്ലാവരെയും ദൈവം സഹായിപ്പാൻ മനഃപൂർവ്വദാനമായി ദശാംശമായി അപ്പോൾ തന്നെ ദശാംശത്തിന്റെ കഴിഞ്ഞ മാസങ്ങളിലെ ലിസ്റ്റ് ബാക്കിലിട്ടിട്ടുണ്ട് എന്നുള്ള വിവരം കൂടെ സഭയെ അറിയിച്ചുകൊണ്ട് ആ ദൈവനാമത്തിന് അർപ്പിക്കപ്പെട്ട എല്ലാവരെയും ദൈവം സഹായിക്കേണ്ടതിന് ഒരു നിമിഷം അതിനായി സ്തോത്രം ചെയ്താട്ട് എല്ലാവരും പ്രാർത്ഥിച്ചാട്ട് തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷകൾക്കായി പ്രാർത്ഥിച്ചാട്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പകൽക്കാലം ശക്തമായി നമ്മോട് ഇടപെടുവാൻ, വ്യക്തമായി ദൈവത്തിൻ്റെ ആലോചനകൾ ദൈവം നമുക്ക് തരുവാൻ. ഹല്ലേലൂയ. കർത്താവിന് വിലപ്പെട്ട ദാസന്മാർ പാസ്റ്റർ ജി ജെ അലക്സാണ്ടർ, പാസ്റ്റർ എം എ വർഗീസ്, അവരിലൂടെ വിലപ്പെട്ട ആലോചനകൾ ഇന്ന് പകൽക്കാലം തരുവാൻ ഇടയാകേണ്ടതിന് നമുക്കെല്ലാവർക്കും ഒരു നിമിഷം എല്ലാ കരങ്ങളും ദൈവസന്നിധിയിൽ ഒന്ന് ഉയർത്തി രോഗികളെ വഹിച്ച് വ്യക്തമായി ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചാട്ട് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ രോഗശക്തികളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ജനം സ്വതന്ത്രമാകട്ടെ. സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ കൃപയുടെ വ്യാപാരം ഇന്ന് പകൽക്കാലം ദൈവം നമ്മുടെ മധ്യയിൽ അയക്കട്ടെ. ഹല്ലേലൂയ. എല്ലാം ദൈവം ഇന്ന് പകൽക്കാലം അനുഗ്രഹമാക്കി തീർക്കുവാൻ നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴ് ഹല്ലേലൂയ ക്രിസ്തുദാസ് സാറ് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. കർത്താവേ, ഇന്നത്തെ ദിവസം കർത്താവ് ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി തീർക്കണമേ. ആരാധിപ്പാൻ, പാടുവാൻ, പ്രാർത്ഥിപ്പാൻ എല്ലാം അവിടെ സഹായിച്ചല്ലോ കർത്താവെ. അവിടെ സഹായിക്കണമേ കർത്താവ്. കടന്നു വന്ന് ജനത്തെ അനുഗ്രഹിക്കണമേ കർത്താവ്. ഇന്ന് പകൽക്കാലം കർത്താവെ നടക്കാൻ പോകുന്നതായ വചന ശുശ്രൂഷ അനുഗ്രഹമാക്കി തീർക്കണമേ. ബഹുമാനപ്പെട്ട പാസ്റ്റേഴ്സിനെ അവിടെ സഹായിക്കണമേ കർത്താവ്. ബഹുമാനപ്പെട്ട കർത്താവ് വർഗീസ് പാസ്റ്ററിനായി കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു, ആൻറ്റിക്കായി പ്രാർത്ഥിക്കുന്നു. കൃപയെ പൊതിയണമേ കർത്താവ്. രോഗസൗഖ്യം നൽകി അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കും. ബലത്തോടെ, ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടായിരിക്കാൻ സ്വർഗം സഹായിക്കണമേ കർത്താവെ. ആവശ്യങ്ങളുടെ മൂത്തങ്ങളുടെ കരം ചലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ബഹുമാനപ്പെട്ട ജി ജെ അലക്സാണ്ടർ പാസ്റ്ററിനായി കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. പ്രത്യേകിച്ച് കർത്താവെ ദാസിൻ്റെ മകൾ കർത്താവെ ഇന്നലെ കർത്താവെ സന്തോഷമുള്ളതായ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ സ്വർഗം സഹായിച്ചല്ലോ. കർത്താവെ ശുശ്രൂഷയെല്ലാം നടപടിയായി ചെയ്യുവാൻ ദൈവദാസന്മാരെ അവിടെ നിന്ന് ബലപ്പെടുത്തിയല്ലോ കർത്താവെ. ധന്യമായ ആ കുടുംബത്തെ അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ജസ്സുനായി പ്രാർത്ഥിക്കുന്നു, സാറക്കായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയെ പൊതിക്കണമേ കർത്താവെ. ഭവ്യമായും ആത്മീയമായി അവിടെ നിന്ന് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കും. സാക്ഷ്യവാചകങ്ങളോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ച കർത്താവെ എല്ലാ ദിനത്തേക്കും അങ്ങയുടെ പാദപീഠത്തേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. കർത്താവെ സുനിതാനിക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. കേരളത്തിൻ്റെ സർജറിയായി കടന്നു പോകുന്നല്ലോ, അവിടുന്ന് വിജയകരമായി തീരുവാൻ കർത്താവെ അവിടെ സഹായിക്കണമേ. പൂർണ്ണാരോഗ്യവതിയായി തിരിച്ചു മടങ്ങി വരുവാൻ സ്വർഗം സഹായിക്കണമേ. രജനിക്കായി പ്രാർത്ഥിക്കുന്നു, കൊടുത്ത സൗഖ്യത്തിനായി സ്തോത്രം ചെയ്യുന്ന കൃപയെ പൊതിയണമേ കർത്താവെ. കർത്താവെ ബിനു സമങ്ങളിനായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേൽ അങ്ങയുടെ കരം ചലിക്കണമേ. എത്രയും പെട്ടെന്ന് കർത്താവെ അത് ഭംഗിയായി കർത്താവെ എല്ലാ കാര്യങ്ങളും റിസൾട്ട് കർത്താവെ പ്രയോജനമുള്ളതായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ കർത്താവെ. കർത്താവെ സാക്ഷ്യവാചകങ്ങളുടെ കർത്താവെ പ്രാർത്ഥിക്കാൻ അപേക്ഷിത എല്ലാവരെയും അങ്ങയുടെ പാദപീഠത്തേക്ക് ഏൽപ്പിക്കുന്നു. അവിടുന്ന് ബലത്തോടെ ആരോഗ്യത്തോടായിരിക്കാൻ സ്വർഗം സഹായിക്കണം. ബാംഗ്ലൂരിൻ്റെ പ്രദേശത്ത് കടന്നു വന്ന കർത്താവ് ദൈവദാസനെ അവിടെ നിന്ന് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യും കുടുംബമായി മാനിക്കണമേ കർത്താവെ. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നൽകപ്പെട്ടതായ കർത്താവ് സ്തോത്ര കാഴ്ചയെ അവിടുന്ന് അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പോൾ അവിടുന്ന് ദൈവമഹത്വത്തിനായി ചിലവായി തീരുവാൻ സ്വർഗം സഹായിക്കണം. വൈകുന്നേരം നടക്കുന്നതായ അടക്ക ശുശ്രൂഷ ഏറ്റവും അനുകൂലമായി തീരുവാൻ പ്രകൃതിക്ക് അനുകൂലമാക്കി തരേണ്ടതിനായി പ്രാർത്ഥിക്കും. കടന്നു വന്ന എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണമേ കർത്താവെ.
തുടർന്നുള്ള വൈദ്യ ശുശ്രൂഷ അനുഗ്രഹമാക്കി തീർക്കണേ കർത്താവെ. അത് ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നന്ദി പറയും. വിശ്വസമുള്ള നിലനിൽപ്പാൻ സ്വർഗ്ഗം സഹായിക്കും. വരവിനായി ഞങ്ങളെ ഒരുക്കും യേശു നാമത്തിൽ ചോദിക്കുന്നു നല്ല പിതാവേ, ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് നമ്മുടെ മുൻപിൽ അനുഗ്രഹീത വചന ശുശ്രൂഷകൾക്കായി 2 കർത്തൃദാസന്മാർ നമ്മുടെ മുൻപിലുണ്ട്. പ്രാരംഭമായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജി ജെ അലക്സാണ്ടർ അവர்கள் നമ്മോട് അല്പസമയം ശുശ്രൂഷിക്കും, വചനം പറയും. അതിനെ തുടർന്ന് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എം എ വർഗീസ് നമ്മുടെ മധ്യയിൽ, നമ്മുടെ മുൻ ഇവിടുത്തെ പാസ്റ്ററായിരുന്ന കർത്താവിൻ്റെ ദാസന് നമ്മോട് പറയാനുള്ള ആലോചനകൾ നമ്മെ അറിയിപ്പാനിടയാകും. വളരെ പ്രാർത്ഥനയോടെ തുടർന്ന് ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാം. കർത്തൃദാസന്മാരെ അതിനായി ക്ഷണിച്ചു കൊള്ളുന്നു. പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് പകൽ സന്നിധരായിരിക്കുന്ന കർത്താവിൻ്റെ വലിയൊരു ദാസന്മാർ, ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്തൃദാസന്മാർ, പാസ്റ്റർ ടി എം കോശി, പാസ്റ്റർ ജോബിൻ ജോസഫ്, നമ്മുടെ സീനിയർ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ എം എ വർഗീസ്, കടന്നു വന്നിരിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾ, വാത്സല്യ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന വാത്സല്യ സഹോദരങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാൻ ഇന്ന് പ്രസംഗിക്കാനല്ല നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ദൈവം അല്പസമയം തന്നു. ദൈവം തന്ന ഒരു ദൂത് നിങ്ങളെ അറിയിപ്പാനിടയായി. എന്നാൽ ഇന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്നലെ നടന്ന വിവാഹത്തെക്കുറിച്ച് പ്രാർത്ഥിപ്പാൻ ഞാൻ നിങ്ങളോടെല്ലാം അപേക്ഷിച്ചു. നിങ്ങളെല്ലാവരും വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും സാന്നിധ്യത്തിനുമായി ഞങ്ങൾ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു, നിങ്ങൾക്ക് നന്ദി കരയേറ്റുന്നു. വളരെ ഒരു അത്ഭുതം ഇന്നലെ അവിടെ നടക്കുവാനിടയായി. അതായത് അന്ന് തലേ രാത്രിയിലും വെളുപ്പിനെയും ഭയങ്കര മഴയായിരുന്നു. ആ മഴ പെയ്യുമ്പോഴും എനിക്ക് വലുതായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ അല്പസമയം പ്രാർത്ഥനയോടെ ആയിരുന്നു. എന്നാൽ തക്ക സമയമായപ്പോൾ ദൈവം ഒരു നല്ല കാലാവസ്ഥ ദൈവം തന്നു. നമ്മുടെ ദൈവം എത്ര നല്ലവനാണ്. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആ ദൈവത്തിന് എല്ലാ മഹത്വവും മാനവും പുകഴ്ചയും ഞാൻ അർപ്പിക്കുകയാണ്. വാത്സല്യ കുഞ്ഞുങ്ങൾ, പ്രിയ ജസ്വിനും പ്രിയ സേറയും നമ്മുടെ മധ്യത്തിലുണ്ട്. അവരാരംഭിച്ചിരിക്കുന്ന കുടുംബജീവിതം ഏറ്റവും ധന്യമായി തീരേണ്ടതിന് തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. ചില നാൾക്ക് ശേഷം ജോവൽ ഇന്ന് ഇവിടെയുണ്ട്. അവനോട് ചേർന്നും ദൈവത്തെ ആരാധിപ്പാൻ ദൈവം തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിലെല്ലാം ഉപരി എനിക്ക് വളരെ സന്തോഷമുള്ളത്, ബാംഗ്ലൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസത്തെ വിവാഹത്തിന് വേണ്ടി കടന്നു വന്ന ഞാൻ വളരെ സ്നേഹിക്കുന്ന വാത്സല്യ സഹോദരനാണ് പ്രിയ ജിജി. വളരെ ബന്ധപ്പെട്ട് വളരെ ചിലവ് കഴിച്ച് വന്നു. ഇന്ന് വൈകിട്ടത്തെ ഫ്ലൈറ്റിലാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത്. ഇന്ന് ഒത്തിരി നാളിന് ശേഷം ജിജിയോടുകൂടെ ഒരു സഭായവും കൂടുവാൻ ദൈവം അവസരം തന്നു. ഒരിക്കൽ ജിജി ബാംഗ്ലൂരിൽ തൻ്റെ സഭയിൽ എന്നെ വിളിച്ച് 2-3 ദിവസത്തെ മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. കൂടെ വിളിച്ച് ചോദിക്കാനോട് അച്ഛാ എന്നാ വരുന്നത്, പക്ഷേ പലപ്പോഴും അത് ഇതുവരെ നടന്നിട്ടില്ല. എങ്കിലും ജിജിയുമായിട്ടുള്ള ആ സ്നേഹബന്ധം വളരെ ആഴമാണ്. ജിജി ഇന്ന് വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. താൻ പറഞ്ഞതുപോലെ PMG സഭയ്ക്കും ജിജിയെയും കുടുംബത്തെയും ഒരിക്കലും മറക്കുവാൻ കഴിയത്തില്ല. കുറ്റിച്ചൽ ഞങ്ങൾ വേല ആരംഭിച്ച കാലത്ത് അവരുടെ ഭവനം തുറന്നു തന്നു. പരിമിതിയുള്ളതായ ഭവനം. ജിജി നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. നടുക്കുള്ള ഒരു ചുവരിടിച്ച് കളഞ്ഞ് അല്പം കൂടെ വിശാലമാക്കി അവിടുന്ന് ആരാധന മാറുന്നതുവരെ അങ്ങനെ അവിടെ ആരാധിപ്പാൻ ദൈവാവസരം തന്നു. വചനം പറയുന്നു, എന്നെ മാനിക്കുന്നവരെ. അതിൻ്റെ ഒരു വലിയ അനുഭവമാണ് പ്രിയ ജിജി, തൻ്റെ സഹോദരന്മാർ, അവരുടെ കുടുംബങ്ങൾ. ദൈവവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രിയ TM കോശി പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, ഞാനൊരു ഗ്രീറ്റിങ്സും ഒരു താങ്ക്സും പറഞ്ഞ് ഞാനങ്ങ് ഇരിക്കാം.
പാസ്റ്റർ എം എ വർഗീസ് ചില നാളുകൾക്ക് ശേഷം നമ്മുടെ മധ്യത്തിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ശുശ്രൂഷിക്കട്ടെ. അപ്പോൾ ടി എം കോശി പാസ്റ്റർ പറഞ്ഞു ഒരു 10-15 മിനിറ്റെങ്കിലും എടുക്കണം. ഞങ്ങൾക്കൊരു കുഴപ്പമുണ്ട്, 15 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയാൽ അത് അരമണിക്കൂറായി പോകും, പിന്നെ പിടിച്ചാലൊന്നും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്നില്ല. ഉച്ച കഴിഞ്ഞ് ശവസംസ്കാര ശുശ്രൂഷയുണ്ട്. എങ്കിലും ഒരു വാക്യം മാത്രം ഞാനൊന്ന് വായിക്കാം, ഞാനതിൽ നിന്ന് പ്രസംഗിക്കുന്നില്ല. എബ്രായ ലേഖനം 10-ാം അധ്യായം 35-ാം വാക്യം മുതൽ നാം വായിക്കുന്നു. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയും ഇല്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വളരെ സുപരിചിതമായൊരു വേദഭാഗമാണ്, ഒരു വലിയ പ്രബോധനം. ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ദി എപ്പിസിൽ ടു ഹീബ്രൂസ് ഈസ് ഓൾസോ എ ബുക്ക് ഓഫ് എക്സോർട്ടേഷൻ. പ്രബോധനങ്ങളുടെ പുസ്തകം. ഇറ്റ് ഈസ് എ ബുക്ക് ഓഫ് വാർണിങ്സ്, ഇറ്റ് ഈസ് എ ബുക്ക് ഓഫ് എക്സോർട്ടേഷൻസ്. രണ്ട് കാര്യമാണ് എബ്രായ ലേഖനം നമ്മൾ എടുക്കുമ്പോഴെപ്പോൾ ഓർത്തോണം. അതിനകത്ത് ഒന്നുകിൽ ഒരു മുന്നറിയിപ്പുണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനകത്തൊരു പ്രബോധനമുണ്ടായിരിക്കും. ഇവിടെ നമ്മൾ വായിച്ചു, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത് എന്ന് പറഞ്ഞാൽ ധൈര്യമെല്ലാം നഷ്ടപ്പെട്ട് ക്ഷീണിച്ചിരിക്കുന്ന ഒരു കൂട്ടരോടാണ്. എന്നാൽ ഇവരിങ്ങനെ ആയിരുന്നോ? മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. 32-ാം വാക്യം പറയുന്നു, എന്നാൽ നിങ്ങൾ പ്രകാശം ലഭിച്ചിട്ട് നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം ഓർത്തുകൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പോൾ മുമ്പ് ഇവരിങ്ങനെ അല്ലായിരുന്നു. സ്തോത്രം. അവരെ സമൂഹം നോക്കിയിട്ട് ഗെയ്സിങ് സ്റ്റോക്ക് എന്ന ഇംഗ്ലീഷിൽ അത് എഴുതിയിരിക്കുന്നത്. അയ്യോ ഇവരോ എന്നുള്ള മട്ടിൽ നിന്ദകളും പരിഹാസങ്ങളും ദുഷികളും ഏറ്റപ്പോഴും അതിനുവേണ്ടി പോരാട്ടം കഴിച്ചപ്പോഴും തളർന്നു പോകാതെ നിന്ന ഒരു കൂട്ടത്തോട്, ഒരു സമൂഹത്തോടാണ് പറയുന്നത്, ഇന്ന് നിങ്ങൾ അധൈര്യപ്പെട്ടിരിക്കുന്ന അനുഭവമുണ്ട്. പക്ഷേ ഒരു കാര്യം, മഹാപ്രതിഫലമുള്ള ആ ധൈര്യം തള്ളിക്കളയരുത്. സന്തോഷമുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഓർപ്പിക്കുന്നു, നമുക്ക് കർത്താവിൽ ധൈര്യപ്പെടാം. കർത്താവിൻ്റെ കൃപയിൽ നമുക്കൊന്ന് ധൈര്യപ്പെടാം. എന്തുകൊണ്ട്? വി സെർവ് എ മൈറ്റി ഗാഡ്. നമ്മൾ സേവിക്കുന്ന ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അവൻ്റെ കരത്തിൽ അടുത്തു വരുമെങ്കിൽ ഏത് പ്രതികൂലങ്ങളിലൂടെ നീ കടന്നു പോകുന്നു, ഏത് പ്രശ്നങ്ങളിലൂടെ നീ കടന്നു പോകുന്നു, അതിൽ നിന്നെ സഹായിപ്പാൻ, നിന്നെ വിടുവിപ്പാൻ കഴിവുള്ളവൻ ഇന്ന് പകൽ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അവനെയാണ് നാം ആരാധിക്കുന്നത്. അതുകൊണ്ട് കരങ്ങൾ അടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്ത് നമുക്ക് പറയാം, യെസ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതിന് ഒരു പഴയ നിയമത്തിലെ ഉദ്ധരണിയാണ് പരിശുദ്ധാത്മാവിൽ പൗലോസ് ശ്ലീഹ അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. എൻ്റെ നീതിമാൻ, സ്തോത്രം. അത് 4 നമുക്ക് ബൈബിളിൽ മൊത്തം കാണാം. അവിടെയെല്ലാം നമ്മൾ ആ കോണ്ടെക്സ്റ്റ് വായിച്ചാൽ, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, ഓരോ ഇടത്ത് പറയുമ്പോൾ അതിൽ ഓരോ വാക്കുകൾക്ക് എംഫസിസ് കൊടുത്തുകൊണ്ടാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. മൈ റൈച്വസ്, എൻ്റെ നീതിമാൻ. മറ്റൊരിടത്ത് കൂട്ടി ചെയ്യുമ്പോൾ പറയുന്നു ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ. മൂന്നാമതെടുത്ത് പറഞ്ഞിരിക്കുന്നു ദേ വിൽ ലിവ്, അവർ ജീവിക്കും.
ഞാൻ വിശദീകരിക്കുന്നില്ല. ഇന്ന് പകൽ ഓർക്കുക, എന്താ നമ്മൾ അധൈര്യപ്പെട്ടു പോകാത്തത്? പ്രശ്നമില്ലാഞ്ഞിട്ടല്ല, ബുദ്ധിമുട്ടുകളില്ലാഞ്ഞിട്ടല്ല, പോരാട്ടങ്ങളില്ലാഞ്ഞിട്ടല്ല സഹോദരങ്ങളെ. നമുക്കൊരു കാര്യം അറിയാം, ആമേൻ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് അവൻ അരുളി ചെയ്തെങ്കിൽ ആ ദൈവത്തിൻ്റെ ജനത്തെ കരം പിടിക്കുന്ന ഒരു സർവശക്തിയുള്ളൊരു ദൈവമുണ്ട്. അവനെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ആമേൻ, വലിയ പ്രശ്നങ്ങൾ വരട്ടെ, വലിയ ആമേൻ പ്രതികൂലങ്ങൾ വരട്ടെ, അതിനേക്കാൾ വലിയൊരു ദൈവമാണ് നിന്റെ ദൈവമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? താങ്ക് യു ജീസസ്. ആ ദൈവകരത്തിൽ സമർപ്പിക്കാം. അവസാനത്തെ ഒരു പ്രബോധനം, പിന്മാറരുത് കേട്ടോ, പിന്മാറരുത്. ഡോണ്ട് ഫ്ലിഞ്ച്, ഡോണ്ട് ലുക്ക് ബാക്ക്. തിരിഞ്ഞു നോക്കരുത്, തളർന്നു പോകരുത്, ക്ഷീണിക്കരുത്. നമുക്കിന്ന് പ്രാർത്ഥിച്ച് പറയാം, കർത്താവേ എൻ്റെ വിശ്വാസമൊന്ന് വർദ്ധിപ്പിക്കണമേ. ഈ പ്രതികൂലത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഏൽപ്പിച്ച ദൂത് ഞാൻ കൈമാറിക്കൊണ്ട് പറയുന്നു, യെസ്, വലിയ പ്രതികൂലത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് കർത്താവ് പറയുന്നു, യു ഡോണ്ട് സീ ആൻ ആൻസർ. ഒരു മറുപടി നാം കാണുന്നില്ല, ഒരു പരിഹാരം കാണുന്നില്ലെങ്കിലും ദൈവം പറയുന്നു, ഐ ഹാവ് എ സൊല്യൂഷൻ ഫോർ യു. നിനക്ക് വേണ്ടി നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൽ എനിക്കൊരു പരിഹാരമുണ്ട്. അത് നീ വിശ്വസിക്കുമെങ്കിൽ നീ അത് കാണാൻ പോവുകയാണ്. ഇഫ് യു ബിലീവ് യു ആർ ഗോയിങ് ടു സീ. നീ വിശ്വസിക്കുമെങ്കിൽ അത് കാണാൻ പോവുകയാണ്. കരമൊന്നടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് പറ, യെസ്, in the name of Jesus I am going to see. Yes, udararaba shamdalarabas, oh rigadalaraba shamdalarabas. Hallelujah, hallelujah. കർത്താവ് നമ്മിൽ പ്രസാദിക്കുവാൻ നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകാം. ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചതിനും കടന്നു വന്ന സാന്നിധ്യത്താൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തതിന് നന്ദി കരേറ്റിക്കൊണ്ട് ദൈവവരങ്ങൾ സമർപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എം എ വർഗീസ് അവറുകൾ നമ്മോട് ദൈവവചനം ശുശ്രൂഷിക്കും. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ടാണ് ഞാനിന്ന് ഇവിടെ കടന്നു വന്നത്. കാരണം ഒരു വസ്തുത, പ്രാർത്ഥനാ വിഷയം നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടി മാത്രമേ എന്നെ സ്നേഹിക്കുകയും ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്ന നിങ്ങളോട് അറിയിക്കാതെ മുൻപോട്ട് പോകാൻ സാധിക്കയില്ലാത്തതിനാൽ പറയുന്നു, ദൈവം അനുവദിച്ചാൽ ഈ ആഴ്ച ബുധനാഴ്ച രാത്രിയിൽ ഞങ്ങൾ രണ്ടുപേരും മക്കളുടെ അരികിലേക്ക് അമേരിക്കയിലേക്ക് പോവുകയാണ്. പോയി കഴിഞ്ഞാൽ മടങ്ങി വരാൻ ഉദ്ദേശിക്കുന്നത് ജനുവരി 15-നാണ്. അതുവരെ അവിടെ കുഞ്ഞുങ്ങളോടൊപ്പം ആയിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ജെസ്സിയുടെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒത്തിരി ആശ്വാസം ദൈവം തന്നിട്ടുണ്ട്. തുടർന്നും ഓർത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. സ്തോത്രം. ഇന്ന് പകൽ ഇവിടെ ആരാധനയ്ക്ക് നേതൃത്വം വഹിക്കുന്ന കർത്താവിൽ വിലയേറിയ ദൈവദാസൻ പാസ്റ്റർ ടി എൻ കോശി, പാസ്റ്റർ ജോബിൻ ജോസഫ്, എനിക്ക് മുമ്പ് ദൈവവചനം ശുശ്രൂഷിച്ച കേരള സ്റ്റേറ്റ് പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ ജെ അലക്സാണ്ടർ, കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവ മക്കൾക്കും, വിശേഷാൽ പുതിയൊരു കുടുംബം നമ്മുടെ മധ്യേ ഉണ്ടല്ലോ, പ്രിയ ജസ്വിൻ ജോസഫ്, സാറ അലക്സാണ്ടർ, അതുപോലെ പ്രിയ ജിജി, ജോയൽ, ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്നലെ വിവാഹ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയപ്പം ഒരു രസകരമായ സംഭവം നടന്നു. അതായത് പ്രിയ ജസ്വിൻ ജോസഫിൻ്റെ പിതാവ് എൻ്റെ അടുക്ക വന്നേച്ച് പറഞ്ഞു, സാറ് പഠിപ്പിച്ച സ്കൂളിലെ അന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഞാനൊരു സ്റ്റുഡൻ്റായിരുന്നെന്ന്.
എന്നാൽ അദ്ദേഹത്തെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല, കാരണം അദ്ദേഹം പ്രൈമറി ക്ലാസ്സിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ ഹൈസ്കൂളിലാണല്ലോ പഠിപ്പിക്കുന്നത്. ഞാൻ മാവേലിക്കര BH ഹൈസ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം 5, 6, 7 ക്ലാസ്സുകളിൽ മാവേലിക്കര പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു. സ്തോത്രം. അങ്ങനെയും ഒരു സന്തോഷം ഇന്നലെ പ്രാപിപ്പാനായിട്ടിടയായി. കുട്ടികൾക്ക് അധ്യാപകരെ കണ്ടാൽ അറിയാം, അധ്യാപകർക്ക് കുട്ടികളെ കണ്ടാൽ തിരിച്ചറിയാൻ പ്രയാസമാകും, ഒത്തിരി കുഞ്ഞുങ്ങളെ കാണുന്നതുകൊണ്ട്. സ്തോത്രം. ഞാൻ ഒരു പ്രാവശ്യം അമേരിക്കയിലേക്ക് പോയപ്പോൾ അയർലൻഡ് ടച്ച് ചെയ്താണ് ഫ്ലൈറ്റ് പോയത്. അയർലൻഡിൽ ഇറങ്ങി, അവിടെ ഇറങ്ങി ഒന്ന് കയറണം, അത്രയേ ഉള്ളൂ, സെയിം ഫ്ലൈറ്റാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു സെക്യൂരിറ്റി ചെക്കപ്പിന് വേണ്ടി ഇറങ്ങിയപ്പോൾ ഒരു മനുഷ്യൻ, ആ എയർപോർട്ടിലൊരു സ്റ്റാഫ് എന്നെയും ജെസ്സിയെയും കൂടെ സ്വീകരിച്ചുകൊണ്ടെന്ന് കസേരയിലിരുത്തി ഞങ്ങൾക്ക് ഓരോ ബ്രേക്ക്ഫാസ്റ്റ് പാക്കറ്റ് കൊണ്ടുവന്നു, ഓരോ കുപ്പി വെള്ളവും ഞങ്ങൾക്ക്, മറ്റാർക്കും കിട്ടിയില്ല, ഞങ്ങൾക്ക് ഇത് സ്പെഷ്യലായിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. ഞങ്ങളത് കഴിച്ചവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി ചെക്കപ്പിന് അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് എല്ലാം നടത്തി. സെക്യൂരിറ്റി ചെക്കപ്പ് കഴിഞ്ഞ് ഫ്ലൈറ്റിലോട്ട് കയറുന്നതിന് മുമ്പ് ഇദ്ദേഹം എൻ്റെ അടുക്കൽ വന്നേച്ച് പറഞ്ഞു, സാർ എന്നെ ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല, സാർ എന്നെ പഠിപ്പിച്ചതാണ്. അപ്പോൾ അയർലൻഡിലും എയർപോർട്ടിൽ ഞങ്ങളെ ശുശ്രൂഷിക്കാനായിട്ട് അവനെ ദൈവം ഒരുക്കി വെച്ചിരുന്നു. സ്തോത്രം. അങ്ങനെയുള്ള ഒത്തിരി അനുഭവങ്ങൾ അധ്യാപകരായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥനയെ ഒരു പ്രാവശ്യം കൂടെ ആവശ്യപ്പെടുന്നു. ദൈവമക്കളിൽ ഞങ്ങളെ ഓർത്ത് പ്രത്യേകാൽ പ്രാർത്ഥിക്കുക. ഇപ്പോൾ തന്നെ അവിടെ അമേരിക്കയിൽ പല മീറ്റിങ്ങുകളും ഞാൻ ചെല്ലുന്നു എന്നറിഞ്ഞ് ക്രമീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ആ പ്രദേശത്തും ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്തോത്രം. ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കും. അപ്പം അങ്ങനെയെങ്കിൽ ഇന്ന് ദൈവശബ്ദം കേട്ടാൽ, ഇന്ന് വിടുതലാണെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നാളെയല്ല, അവൻ ഇന്ന് പകൽ, ഇന്നത്തെ ദിവസവും നിന്റെ ജീവിതത്തിൽ അവൻ വിടുതൽ പകരുന്നവനാ. അതിനുള്ള ബന്ധത്തിൽ ചില വാക്യങ്ങൾ വായിച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്ന 12:15 മണിക്കും ഉള്ളിൽ ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. എനിക്കും ഇന്നത്തെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് പാറശാലയ്ക്ക് പോകേണ്ടതായിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 28-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം വായിക്കാം. വലിയൊരു ഭൂകമ്പം ഉണ്ടായി. എങ്ങനെയാ? പെട്ടെന്ന് സഡൻലി, ക്വിക്ക്ലി, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. എന്തിനു വേണ്ടിയാ? ആർക്കു വേണ്ടിയാ? ചില സഹോദരിമാർ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ യേശുവിൻ്റെ കല്ലറയ്ക്കലേക്ക് യാത്ര തിരിച്ചു. അവർ സ്വരുക്കൂട്ടിയ സുഗന്ധവർഗവുമായി കല്ലറയ്ക്കലേക്ക് യാത്ര തിരിച്ച ഈ സഹോദരിമാർ കല്ലറ എത്താറായപ്പോൾ അവരവിടെ നിന്നു. ഒരു ബ്രേക്ക് പിടിച്ചവിടെ നിന്നേച്ച് ഇവർ തമ്മിൽ മുഖത്തോട് മുഖം നോക്കിയേച്ച് ഇങ്ങനെ പറഞ്ഞു, നമ്മൾ ഇറങ്ങി തിരിച്ചതൊക്കെ നല്ല കാര്യമാണ്. യേശുവിൻ്റെ ശരീരത്തിൽ ഇടേണ്ടതിന് സുഗന്ധവർഗം നമ്മൾ ഒരുക്കിയത് നല്ല കാര്യമാണ്. പക്ഷേ നമ്മുടെ മുൻപിൽ ഒരു ഒബ്സ്റ്റക്കിൾ, ഒരു തടസ്സം. എന്നതാ തടസ്സം? നമുക്ക് കല്ലറയ്ക്കകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതെ വണ്ണം ഒരു വലിയ കല്ല് ആ കല്ലറവാതിക്കൽ ഉരുട്ടി വെച്ചിരിക്കുക. ഇവർ തമ്മിൽ പറഞ്ഞു, who will roll that stone for us? ആർ നമുക്ക് വേണ്ടി ആ കല്ല് ഉരുട്ടി
ഉരുട്ടി മാറ്റും. ഇങ്ങനെ അവർ പറഞ്ഞതേയുള്ളൂ. പെട്ടെന്ന് ഒരു ദൂതൻ സ്വർഗത്തിൽ നിറങ്ങി. ദൈവത്തിന്റെ പൈതലെ, നിന്നെ വിടുവിക്കുവാൻ, നിന്റെ വിഷയങ്ങളുടെ മേൽ പ്രവർത്തിക്കുവാൻ, നിനക്ക് സൗഖ്യം തരുവാൻ, നിനക്ക് ആശ്വാസം പകരുവാൻ, നിനക്ക് വേണ്ടി കരുതുവാൻ, നിനക്ക് വേണ്ടി വിസ ഒരുക്കുവാൻ, നിനക്ക് യാത്ര ഒരുക്കുവാൻ, ആരോഗ്യം നൽകുവാൻ, ഇതാ പെട്ടെന്ന് പെട്ടെന്ന് ദൈവം തമ്പുരാൻ ദൂതനെ ഇറക്കുന്നവനാ. എത്ര പേർ വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കും? ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്ന് പകൽക്കാലം ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കാൽമുട്ടിന് താഴ്വശത്തായി ശ്രദ്ധിക്കണം, വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിത്വം ഇതിന്റെ നടുവിലുണ്ട്. എന്റെ കർത്താവ് ഇന്ന് നിനക്ക് സൗഖ്യം പകരുന്ന കർത്താവാണ്. വിശ്വാസത്തോടെ നമുക്കത് ഏറ്റുവാങ്ങാം. അതെ യേശുവേ, ഇന്നത്തെ ദിവസം എനിക്കുള്ള ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ സഹോദരിമാര് ആർ നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുമെന്ന് പറഞ്ഞതും കർത്താവിൻ്റെ ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി. അപ്പൊ ദൂതനെ ഇറക്കേണ്ട സ്ഥാനത്ത് ദൈവം തമ്പുരാൻ ദൂതനെ ഇറക്കും. നമ്മുടെ വിഷയങ്ങളുടെ മേൽ ദൂതൻ ഇറങ്ങി പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം തമ്പുരാൻ ദൂതനെ തന്നെ ഇറക്കും. എന്നാൽ ദൈവം നേരിട്ടിറങ്ങി വരുന്ന സംഭവമുണ്ട്. ദൂതനെ അയച്ചാൽ കാര്യം നടക്കത്തില്ല എന്ന് കണ്ട ദൈവം തമ്പുരാൻ നേരിട്ടിറങ്ങി വന്ന സംഭവമുണ്ട്. അതിലേക്ക് ഞാൻ വരാം. ഇവിടെ ഈ സഹോദരിമാരെ കല്ലറയ്ക്കലെത്തിയപ്പോൾ കല്ലറവാതിൽ ഉരുണ്ട് മാറിയിരിക്കുന്നു. ഒരിക്കലും ആർക്കും തൊടാൻ കഴിയാതെ വണ്ണം റോമൻ ഗവൺമെന്റിന്റെ മുദ്രയിട്ട ആ കല്ല് ഉരുട്ടി മാറ്റുവാൻ നമ്മുടെ ദൈവം ശക്തനാ. ലോകം പറയും ഇല്ല, നിനക്ക് കിട്ടത്തില്ല, നിന്റെ മുമ്പിൽ വാതിൽ തുറക്കത്തില്ല, നിനക്ക് വേണ്ടി വഴി തുറക്കപ്പെടത്തില്ല, നിനക്ക് യാത്ര ഒരുങ്ങത്തില്ല, നിന്റെ തലമുറയ്ക്ക് വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ഉയർച്ച ഉണ്ടാകത്തില്ല, ഔദ്യോഗിക വാതിലുകൾ, ഔദ്യോഗിക മണ്ഡലങ്ങൾ തുറക്കപ്പെടത്തില്ല എന്ന് ശത്രു വാദിക്കുമ്പോൾ ഇല്ലില്ല, നമ്മുടെ ദൈവം അത് തുറക്കുന്നവനാ. ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ വിളിച്ചു പറഞ്ഞാൽ എത്ര പേർ ഏറ്റെടുക്കും? ഈ ആഴ്ചയിൽ ചിലർക്ക് ഗുഡ് ന്യൂസ് കേൾക്കാൻ പോകുകയാ. ആമേൻ. ദൈവം വഴി തുറന്നത്, ദൈവം പാത ഒരുക്കിയത്, തടസ്സങ്ങളെ ദൈവം മാറ്റിയത്, ദൈവം നിനക്ക് കേൾക്കത്തക്കവണ്ണം, അനുഭവിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളോട് ശക്തിയായി ഇടപെടുകയാ. അപ്പൊ ദൂതനെ ഇറക്കേണ്ട സ്ഥാനത്ത് ദൈവം ദൂതനെ ഇറക്കും. എന്നാൽ ദൈവം നേരിട്ട് ഇറങ്ങി പ്രവർത്തിച്ച സംഭവമുണ്ട്. ദൂതനെ ഇറക്കിയില്ല. നേരിട്ടിറങ്ങി വരേണ്ട സ്ഥാനത്ത് ദൈവം തമ്പുരാൻ നേരിട്ടിറങ്ങി വരും. നമുക്ക് വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം 23-24 വാക്യങ്ങൾ. ഉടനെ അവൻ തന്റെ സഹോദരന്മാരെ കൂട്ടിക്കൊണ്ട് 7 ദിവസത്തെ വഴി അവനെ പിന്തുടർന്നു ഗിലെയാദ് പർവ്വതത്തിൽ അവനോടൊപ്പം എത്തി. എന്നാൽ ദൈവം രാത്രി സ്വപ്നത്തിൽ അരാമ്യനായ ലാബാന്റെ അടുക്കൽ വന്ന് അവനോട് മതി സമയമില്ലാത്തതുകൊണ്ട് വായിപ്പിക്കുന്നില്ല അധികം. യാക്കോബ് നീണ്ട 20 വർഷങ്ങൾ ലാബാന്റെ ഭവനത്തിൽ കഴിച്ചുകൂട്ടി. ഭാര്യമാർക്ക് വേണ്ടി, ആടുമാടുകൾക്ക് വേണ്ടി സേവ ചെയ്ത യാക്കോബ് ഒടുവിൽ ഇങ്ങനെ പറഞ്ഞു, ഇനി എൻ്റെ ഭവനത്തിനു വേണ്ടി ഞാൻ എപ്പോൾ കരുതും. അങ്ങനെ യാക്കോബ്
ലാബാനോട് പറയാതെ അവൻ ആ വീട് വിട്ട് ഇറങ്ങി. തനിക്കുള്ള നന്മകളുമായി, ശ്രദ്ധിക്കുക, അന്യായമായതൊന്നും യാക്കോബ് എടുത്തില്ല. യാക്കോബിന്റെ കൈവശം അന്യായമായതൊന്നുമില്ല. അവൻ തനിക്കർഹതപ്പെട്ടത്, ഭാര്യമാര്, മക്കള്, ദാസീദാസന്മാര്, സമ്പത്ത്, ഇതുമായിട്ട് യാക്കോബ് ഇറങ്ങി പുറപ്പെട്ടു. എന്നാൽ അന്യായമായത് എടുത്ത ഒരു വ്യക്തി ഉണ്ട് ഇവരുടെ കൂട്ടത്തിൽ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. തനിക്കുള്ളതുമായി ഇറങ്ങിത്തിരിച്ച യാക്കോബ് ഗിലെയാദ് മലഞ്ചരിവിൽ എത്തിയപ്പോൾ ലാബാൻ ഈ യാക്കോബിനെയും അവനുള്ള നന്മകളെയും തിരികെ പിടിച്ചു കെട്ടി മടക്കി കൊണ്ടുവരാൻ യാത്ര പുറപ്പെട്ട് ഗിലെയാദ് മലഞ്ചരുവിൽ ലാബാനും എത്തി. ദാണ്ട കിടക്കുന്നു, പാളയം അടിച്ച് കിടക്കുക, ആടുമാടുകളും ഒക്കെ ആയിട്ട് പാളയം അടിച്ച് കിടക്കുക. എവിടെ പോകാനാ? നാളെ നേരം വെളുക്കുമ്പോൾ അവനും അവൻ്റെ സമ്പത്ത് മുഴുവനും നമ്മുടെ കസ്റ്റഡിയിൽ തിരികെ കിട്ടും. ഇങ്ങനെ വ്യാമോഹിച്ച് ഈ ലാബാൻ തൻ്റെ കൂടാരത്തിൽ ഉറങ്ങാൻ കയറി. ശ്രദ്ധിക്കണേ, യാക്കോബ് ഇതൊന്നും അറിയുന്നേ ഇല്ല. യാക്കോബ് അവിടെ പ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥനയൊക്കെ നടത്തി അവൻ ആ കൂടാരത്തിൽ സുഖമായി കിടന്നുറങ്ങുക. പക്ഷേ യാക്കോബിന്റെ ദൈവം ഉറങ്ങാത്തവനാ. നീ ഉറങ്ങിയാലും നിന്റെ ദൈവം ഉറങ്ങാത്തവനാ. ഇസ്രായേലിന്റെ പരിപാലകൻ അവൻ ഉറങ്ങുകയില്ല, അവൻ മയങ്ങുകയില്ല. തന്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിപ്പോ. സ്വത്രം ശ്രദ്ധിക്കൂ. ദൈവം തമ്പുരാൻ ഇങ്ങനെ ചിന്തിച്ചു, നാളെ ആകട്ടെ എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ യാക്കോബും സമ്പത്ത് മുഴുവനും ലാബാന്റെ കസ്റ്റഡിയിലാകും. ദൈവം തമ്പുരാൻ പ്രവർത്തിച്ചത് എപ്പോഴെന്നറിയോ? നമ്മൾ വായിച്ചില്ലേ? അന്ന് രാത്രി, ആ സെയിം ഡേ നൈറ്റ് ദൈവം തമ്പുരാൻ ലാബാന്റെ കൂടാരത്തിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെന്ന്. ദൂതനെ അയക്കേണ്ട സ്ഥാനത്ത് ദൈവം ദൂതനെ അയക്കും, എന്നാൽ നേരിട്ട് ഇറങ്ങി വരേണ്ട സ്ഥാനത്ത് ദൈവം തമ്പുരാൻ നേരിട്ട് തന്നെ അവൻ ഇറങ്ങി വരും. ലാബാന് പ്രത്യക്ഷപ്പെട്ട ലാബാനോട് ഇങ്ങനെ പറഞ്ഞു, എന്റെ പൊന്നു ലാബാന്, എന്റെ ദാസനായ യാക്കോബിന്റെ നേർക്ക് നീ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളണം. ഓ, ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, പ്രിയ ദൈവത്തിന്റെ വൈതലേ, നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് സംസാരിപ്പാൻ നാം സേവിക്കുന്ന ദൈവം മതിയായവനാ. എന്തിനാ? നമ്മുടെ നന്മകളെ കവരാൻ വരുന്നവൻ. ശ്രദ്ധിക്കണേ, അടഞ്ഞു കിടക്കുന്ന വാതിൽ തുറക്കേണ്ടതിന് ദൈവം ഒരു ദൂതനെ അയച്ചതെങ്കിൽ നമ്മുടെ നന്മകളെ പിടിച്ചെടുക്കാൻ. എന്താ നന്മ? ആരോഗ്യം നമ്മുടെ നന്മയാ. സ്തോത്രം. സമ്പത്ത് നമ്മുടെ നന്മയാ. സ്തോത്രം. തലമുറയുടെ ജോലി നമ്മുടെ നന്മയാ. യാത്ര, വിസ നമ്മുടെ നന്മയാ. വാഹനം നമ്മുടെ നന്മയാ. രോഗസൗഖ്യം നമ്മുടെ നന്മയാ. അക്ഷരമന അത് പിടിച്ചെടുക്കാൻ അത് തരത്തില്ലെന്ന് പറഞ്ഞ് വാദിച്ചു നിൽക്കുന്ന ലാബാന്യ ശക്തിക്ക് നേരെ നമ്മുടെ ദൈവം എത്ര പേർ വിശ്വാസത്താൽ ആ വചനത്തെ പിടിച്ച് പ്രാർത്ഥിക്കും. ദൈവ പൈതലേ, നിനക്ക് വേണ്ടി നേരിട്ട് ഇറങ്ങുന്നവൻ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ആരൊക്കെ എന്തൊക്കെ തടസ്സം സൃഷ്ടിച്ചാലും ദൈവം നേരിട്ട് ഇറങ്ങേണ്ട സ്ഥാനത്ത് അവൻ ഇറങ്ങുക തന്നെ ചെയ്യും. ഞാൻ വേഗം നിർത്താനായിട്ട് ആഗ്രഹിക്കുക, സമയം പോയല്ലോ. ശ്രദ്ധിച്ച്, ദൈവം ദൂതനെ ഇറക്കി പ്രവർത്തിക്കുന്ന സംഭവങ്ങളുണ്ട്, ഒത്തിരി ഉണ്ട്.
ദൈവം നേരിട്ടിറങ്ങി വരുന്ന പ്രവർത്തിക്കുന്ന സംഭവമുണ്ട് തൻ്റെ മക്കൾക്ക് വേണ്ടി. ഇനി ശ്രദ്ധിക്കുക, അതേസമയം ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി വേറെ ചിലരെ എഴുന്നേൽപ്പിക്കുന്ന സംഭവമുണ്ട്. മനസ്സിലാകുന്നുണ്ടല്ലോ? നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിനക്ക് അർഹതപ്പെട്ട പ്രമോഷൻ തടയുന്ന ശക്തികളെ മാറ്റി നിനക്ക് വേണ്ടി അനുകൂലമായി സംസാരിപ്പാൻ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കുന്നവനാ. സ്തോത്രം. നമുക്കതിനുള്ള ബന്ധത്തിൽ ഒരു വേദഭാഗം ഒന്ന് വായിക്കാം. സ്തോത്രം. എസ്തേറിൻ്റെ പുസ്തകം 6-ാം അധ്യായം. എസ്തേറിൻ്റെ പുസ്തകം 6-ാം അധ്യായം 1-ാമത്തെ വാക്യം. രാത്രി രാജാവിന് ഉറക്കം വരാകയാൽ അവൻ ദിനവൃത്താന്തങ്ങൾ കുറിച്ചു വെച്ചിരിക്കുന്ന പുസ്തകം ശ്രദ്ധിച്ചേ. എന്നാ രാജാവിന് ഉറക്കം വരാതെ പോയ? ദൈവം തമ്പുരാൻ ഉറക്കം കെടുത്തിയതാ. ആർക്കു വേണ്ടി? തൻ്റെ ദാസനായ മൊർദെഖായിക്ക് വേണ്ടി. പടിപ്പുരവാതിക്കൽ ഇരുന്ന് ഉപവസിച്ച് കണ്ണുനീർ തൂകി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മൊർദെഖായിക്ക് വേണ്ടി രാജാവിന്റെ ഉറക്കത്തെ കെടുത്തിയ ദൈവം തമ്പുരാൻ. അവൻ ഉറങ്ങാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല, ഉറങ്ങാൻ കഴിയുന്നില്ല. സ്തോത്രം. ദിനവൃത്താന്ത പുസ്തകം എടുപ്പിക്കാൻ പറഞ്ഞു, എടുപ്പിച്ചു, വായിച്ചു. അങ്ങനെ വായിച്ചു വന്നപ്പോഴാണ് മൊർദെഖായിയുടെ വിശേഷം അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ എന്തെങ്കിലും ഉപകാരം നമ്മൾ ചെയ്തോ, പ്രതിഫലം കൊടുത്തോ എന്ന് ചോദിച്ചപ്പോൾ ക്ഷണന്മാർ പറഞ്ഞില്ല. അങ്ങനെയെങ്കിൽ ആരവിടെ എന്ന് ചോദിച്ചപ്പോൾ മൊർദെഖായിയെ കഴിവിലേറ്റാനായിട്ട് രണ്ടും കൽപ്പിച്ച് തൻ്റെ ഭാര്യയായ സേരസിൻ്റെ വാക്ക് കേട്ട് 50 മുഴം ഉയരമുള്ള കഴുമരം ഒരുക്കി അനുവാദം രാജാവിൻ്റെത് വാങ്ങാനായിട്ട് പടിവാതിക്കൽ വന്ന് നിൽക്കുന്ന ഹാമാൻ അവനകത്തേക്ക് കയറി. രാജാവ് ചോദിച്ചു, ഹാമാനെ, രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷന് എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഹാമാൻ വിചാരിച്ചു, എന്നെ അല്ലാതെ വേറെ ആരെയും ബഹുമാനിക്കുക. അവർ ഒത്തിരി നമ്പർ ഇട്ടങ്ങ് പറഞ്ഞു, ഇന്നതെല്ലാം ചെയ്യണമെന്ന്. ഓക്കെ, നല്ല കാര്യം. ഒരു കാര്യം ചെയ്യ, നീ ആ പടിപ്പുരവാതിക്കൽ കിടക്കുന്ന മൊർദെഖായി ഉണ്ടല്ലോ, അവന് വേണ്ടി ഇതെല്ലാം ചെയ്തേക്കാൻ പറഞ്ഞു. അവൻ്റെ ചങ്കിനേറ്റ അടിയായി. പ്രിയ ദൈവ പൈതലേ, നിലവിളിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം മറ്റു ചിലരെ എഴുന്നേൽപ്പിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ നിന്റെ തല ഉയർത്തുവാൻ, നിന്നെ മാനിപ്പിക്കുവാൻ നമ്മുടെ ദൈവം ശക്തനാ. സ്വത്രം. നമുക്ക് വേണ്ടി മറ്റുള്ളവരെ എഴുന്നേൽപ്പിച്ച് സംസാരിപ്പിക്കുന്ന ദൈവം. ആമീൻ. നിനക്ക് വേണ്ടി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കാൻ മതിയായവനാ. കേട്ടോ, മതിയായവനാ. ഔദ്യോഗിക മണ്ഡലത്തിൽ മറ്റു പല സ്ഥാനങ്ങളിൽ നിനക്ക് വേണ്ടി ദൈവം ചിലരെ എഴുന്നേൽപ്പിച്ച് നിനക്ക് അനുകൂലമായി സംസാരിപ്പിക്കാൻ കഴിവുള്ള ദൈവം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളൊന്ന് അടയ്ക്കാം. ഒത്തിരി പറയാനുണ്ടെങ്കിലും സമയം ഇവിടെ തീരുകയാണല്ലോ. ഒരു നിമിഷം ഒന്ന് കണ്ണു അടച്ച് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് ഒരു വാക്യം കൂടി മോളെ വായിക്കണം. എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചാൽ മതി. റൂത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 18-ാമത്തെ വാക്യം. റൂത്തിന്റെ പുസ്തകം. അതിനവൾ, എന്റെ മകളെ, ഈ കാര്യം എന്താകുമെന്ന് അറിയുവോളം നീ അനങ്ങാതെ ഇരിക്കുക. ഇന്ന് ഈ കാര്യം തീർക്കും വരെ. ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കില്ല എന്ന് മതി. നവോമി റൂത്തിനോട് പറയുക. നമുക്കറിയാം, നവോമി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിഴലായി നിൽക്കുന്നു. റൂത്ത് ദൈവസഭയ്ക്ക് നിഴലായി നിൽക്കുന്നു, നമുക്ക് നിഴലായി നിൽക്കുന്നു. സ്തോത്രം. ബോവസ്, അയാളെന്ന് പറഞ്ഞിരിക്കുന്ന ബോവസിനെ കുറിച്ചാണ്. ക്രിസ്തുവിന് നിഴലായി നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ
ഇന്ന് നിന്റെ കാര്യം തീർക്കും വരെ നമ്മുടെ കർത്താവ് സ്വസ്ഥമായിരിക്കത്തില്ലെന്ന്. എവിടെ സംസാരിക്കണമോ, എവിടെ ഇറങ്ങി ചെല്ലണമോ, എവിടെ ദൂതരെ ഇറക്കണമോ, എവിടെ ജീവിതങ്ങളെ എഴുന്നേൽപ്പിക്കണമോ, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാ. കൈകളെ തട്ടി വായെ തുറന്ന് അധരങ്ങളെ ചലിപ്പിച്ച് ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ച് ആ വിടുതൽ നമുക്ക് അവകാശമാക്കാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗസൗഖ്യം സംഭവിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിസ ലഭിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വാതിലുകൾ തുറക്കപ്പെടട്ടെ. ഔദ്യോഗിക മണ്ഡലങ്ങൾ തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ആരോഗ്യം സംഭവിക്കട്ടെ. ഇന്ന് ഞങ്ങളത് അവകാശമാക്കുക. ഇന്ന് ഞങ്ങളത് അവകാശമാക്കുക. വെട്ടിനരച്ചന വൈടവരമ്പലമൗടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ വിടുതലുകൾ അവകാശമാക്കിയെടുക്കുകയാ. Hallelujah, hallelujah. Jesus name, hallelujah. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഇന്നുപകൽ കർത്താവിന്റെ ദാസന്മാരിലൂടെ വിലപ്പെട്ട ദൈവിക ശബ്ദങ്ങൾ ഇന്നുപകൽ കർത്താവ് നമ്മുടെ മധ്യയെ കൈമാറിയല്ലോ. സങ്കീർത്തനത്തിലൂടെ കർത്താവ് ദൈവദാസനിലൂടെ ഇടപെട്ടു. വരുവീൻ നാം യഹോവയ്ക്ക് അർപ്പിടുക. നമ്മെ നിർമ്മിച്ച് യഹോവയുടെ മുമ്പിൽ നാം മുട്ടുകുത്തുക. ദിവസങ്ങൾ അവന്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലുവാൻ, അവന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കുവാൻ ഈ പകൽ കർത്താവ് പിന്നെയും നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. പിന്നെയും നാം കേൾക്കുവാനിടയായി. ധൈര്യപ്പെടുക. ഏത് പ്രതിസന്ധി വന്നാലും, ഏത് പ്രതികൂലങ്ങൾ വന്നാലും ആ ദൈവത്തിൽ ഇന്ന് പകൽ ധൈര്യപ്പെടാൻ ആത്മാവ് നമ്മോട് ഇടപെട്ടല്ലോ. ഏതെല്ലാം പ്രതിസന്ധികൾ വരട്ടെ, ഏതെല്ലാം പ്രതികൂലങ്ങൾ വരട്ടെ, അതിന്റെ നടുവിലും നമ്മെ പിടിച്ചുയർത്തുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ടെന്ന് ഈ പകൽ ആത്മാവ് നമ്മോട് ഇടപെട്ടല്ലോ. മാത്രമല്ല പിന്നെ നാം കേൾപ്പാനിടയായി പെട്ടെന്ന് നമുക്ക് വേണ്ടി ദൈവം ചില ചെയ്യാൻ പോകുകയാണ്. എന്ത് ചെയ്യുമെന്നറിയാതെ വ്യാകുലപ്പെട്ടു നിന്ന ഒരു കൂട്ടം സഹോദരന്മാർക്ക് വേണ്ടി ആ രാത്രിയെ പേടിക്കാതെ ഇറങ്ങിത്തിരിച്ച, ആ കല്ലിനെ ഭയപ്പെടാതെ ഇറങ്ങിത്തിരിച്ച, പട്ടാളക്കാരെ ഭയപ്പെടാതെ ഇറങ്ങിത്തിരിച്ച ആ ജനത്തിന് വേണ്ടി അവരുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ചില ദൈവിക കരുതലുകൾ ആത്മാവ് ഒരുക്കിയെങ്കിൽ ഈ പകൽ വിശ്വാസത്തോടെ പറയ്, എനിക്ക് വേണ്ടി ഞാൻ ദൈവത്തെ ഏർപ്പെടുമ്പോൾ, അവന്റെ സന്നിധി മുഴങ്കാലും അടക്കുമ്പോൾ ഇതുവരെ കാണാത്ത ചില വിടുതലുകൾ ദൈവം എനിക്കായി ഒരുക്കി തരും. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ പകൽ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ നാമത്തെ ഉയർത്തുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവേ ഇന്ന് പകൽ വിശുദ്ധ സഭാരാധനയായി ഇവിടെ കൂടി വരുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. ഇന്ന് പകൽ ഞങ്ങൾക്ക് നൽകിയ നല്ല പ്രാർത്ഥനകൾക്കായി, നല്ല പാട്ടുകൾക്കായി, ആരാധനകൾക്കായി, കർത്താവ് നല്ല സങ്കീർത്തനങ്ങൾക്കായി, സാക്ഷ്യങ്ങൾക്കായി, പ്രബോധനങ്ങൾക്കായി സ്തോത്രം. കർത്താവിന്റെ ദാസന്മാരിലൂടെ കേൾപ്പിച്ച വിലപ്പെട്ട ആലോചനകൾക്കായി സ്തോത്രം. ഈ ദൂതികളുടെ മുമ്പിൽ ഞങ്ങൾ സമ്പൂർണ്ണമായി ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് കർത്താവേ ഞങ്ങൾ മുഴങ്കാൽ മടക്കി അങ്ങേ ആരാധിപ്പാൻ, അങ്ങയുടെ തിരുസന്നിധിയോട് ഞങ്ങൾ അടുത്തു വരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. പിന്നെയും പ്രതിസന്ധികളുടെ നടുവിൽ തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ ധൈര്യത്തോടെ അങ്ങയുടെ കൃപാസനത്തോട് അടുത്തു വരുവാൻ ഞങ്ങളുടെ മേൽ കൃപ പകരണമേ. ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഞങ്ങൾ അടുത്തു വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ പെട്ടെന്ന് കർത്താവ് ദൂതനെ അയക്കേണ്ടടുത്ത് ദൂതനും, കർത്താവെ അങ്ങ് വെളിപ്പെടുത്തി
വെളിപ്പെട്ടു വരേണ്ടടുത്ത് അങ്ങയുടെ കരവും നീട്ടി ഞങ്ങളെ വിടുവിക്കുന്ന ദൈവമാകിയ സ്തോത്രം. ഈ ആഴ്ച ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഇത് വെളിപ്പെട്ടു വരട്ടെ. ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി, മാതാക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി, ഞങ്ങളുടെ വാഗ്ദത്ത വിഷയങ്ങളുടെ മേൽ, പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ഈ പകൽ യേശുവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങളിലെ വിടുതലുകൾ വെളിപ്പെട്ടു വരുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ കരം വെച്ചതിനായി സ്തോത്രം. ഈ പകൽ കൂട്ടിവരുത്തിയ എല്ലാ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ അഭിഷിക്ത വൃന്ദങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ. അതിഥികളായി ഞങ്ങളുടെ മധ്യയിൽ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. വിശേഷിച്ച് ഞങ്ങൾ സേറയ്ക്ക് വേണ്ടി, ഞങ്ങൾക്ക് തേജസ്വിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ മേലും ദൈവത്തിന്റെ കൃപ പകരുന്നതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും ദൈവത്തിന്റെ കൃപ പകരും. അങ്ങയുടെ ദാസന്മാരാകുന്ന ഞങ്ങൾ ഒരുമിച്ച് ഈ ജനത്തെ ഇന്ന് പകൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം ചൊല്ലി ഈ ജനത്തെ ഇന്ന് പകൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തോടെ ഈ ജനത്തെ പറഞ്ഞയക്കണമേ. ഈ ആഴ്ച മുഴുവൻ ഈ ജനത്തിന്റെ ജീവിതത്തിൽ ആവശ്യമായതെല്ലാം നൽകിക്കൊടുത്ത് എല്ലാവിധമായ ആത്മീക കൃപകളും ആത്മീക വരങ്ങളും ആത്മീകമായ കർത്താവേ ദൈവിക സന്ദേശങ്ങളും ആലോചനകളും നൽകി ദൈവജനത്തെ നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യാത്രകൾ ദൈവം സൂക്ഷിക്കും, കൃപക്കുള്ളി പൊതിയും. ഈ ആഴ്ച നടക്കുന്ന എല്ലാ കൂടിവരവുകൾക്കായി സ്തോത്രം. കരമച്ച് അനുഗ്രഹിക്കണമേ, കൃപക്കുള്ളി പൊതിയണമേ. ശുശ്രൂഷപാനങ്ങളുടെ ദാസന്മാരെ ദൈവം ബലപ്പെടുത്തിയതിനായി സ്തോത്രം. അവിടെ ശുശ്രൂഷകളെ ദൈവം കരമച്ച് അനുഗ്രഹിക്കണമേ. കർത്താവേ, ശേഷി ഞങ്ങൾ കർത്താവേ, പ്രിയ കർത്താവേ, പാസ്റ്റർക്കായി കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ദാസനെ കർത്താവേ പിന്നെ ശക്തിയോടെ ഉപയോഗിക്കണമേ. ദൈവം കരമച്ച് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യാത്രകളെ ദൈവം താങ്ങേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിശേഷിച്ച് ഞങ്ങൾ ജോയലിനായി പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ യാത്ര ചെയ്യുന്നല്ലോ, ആ പ്രിയതലെ ദൈവം താങ്ങുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ പാസ്റ്റർക്കായി കുടുംബത്തിനായി സ്തോത്രം. ഈ സമയം ഞങ്ങൾ പ്രിയ ജെസ്സിയാനിക്കായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസിയെ ദൈവം കരം വെച്ച് ദൈവം സൗഖ്യമാക്കിയതിനായി സ്തോത്രം. അടുത്ത ദിവസം നിന്റെ കുഞ്ഞുങ്ങൾ യാത്ര ചെയ്യുന്നല്ലോ, ആ യാത്രകൾ ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കണമേ. ദൈവക്ഷേമത്തോടെ അവിടെ എത്തിച്ചേരുവാൻ ദൈവ കൃപ നൽകണമേ. അങ്ങയുടെ കരങ്ങൾ വഹിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവകൃപക്കുള്ളി പൊതിയുന്നോട് സ്തോത്രം. ഞങ്ങളെ സമാധാനത്തോടെ പറഞ്ഞയക്കും. ഇത് വൈകിട്ട് നടക്കുന്ന കർത്താവേ, ഉച്ചശേഷം നടക്കുന്ന ഫ്യൂൽ സർവീസിനായി സ്തോത്രം. നല്ലൊരു യാത്രയെ പക്കദാസന് നൽകുവാൻ ദൈവം ഞങ്ങൾ കൃപ നൽകണമേ. കൃപക്കുള്ളി പൊതിയണം. പ്രാർത്ഥനകളോട് സ്തോത്രം. യേശുവിന്റെ ധന്യമേറിയ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന്റെ ദാസനിപ്പോ ആശീർവാദം. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് കരമുയർത്തി സ്തോത്രം പറയാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും സഹവാസവും പ്രാർത്ഥനയോടത്തെ എല്ലാ വിഷയങ്ങളോടും കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ ആഴ്ചയിൽ നടക്കുന്ന എല്ലാ പ്രോഗ്രാമിന്മേലും ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ മടങ്ങി വരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തുവേശു മൂലം ജയം നൽകും ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ. ദയവായി ശ്രദ്ധിക്കുക. ദൈവസഭയ്ക്കായി നൽകിയിരിക്കുന്ന ടൈത്തിൻ്റെ ലിസ്റ്റ് പുറകിൽ നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ട്. ദയവായി അതുകൂടെ നോക്കിയേച്ച് വേണം പോകാനെന്ന് വിശേഷിച്ച് ഓർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഫോർ ഓൾ.